ഭഗവതി ഭരദേവതേ പ്രസീദ ത്രിപുരഹരപ്രിയവല്ലഭേ ഭവാനി അശരണമതിദീനമാനതം മാം സകൃദവലോകയ ശീതളൈരപാംഗൈ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഏറ്റവും ബഹുമാന്യരായ സജ്ജനങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം എന്ന ഈ മഹായജ്ഞത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളെല്ലാവരെയും പോലെ എനിക്കും വലിയ പുണ്യം കൊണ്ട് സാധിച്ചതാണ്, വലിയ ധന്യത തന്നെയാണ് എന്ന് തീർച്ചയാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് പോലെ കഥമകൃത പുണ്യ പ്രഭവതി എന്ന്. പുണ്യം ചെയ്യാത്തവർക്ക് എങ്ങനെ സാധിക്കും? സത്സംഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതും ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളതും ഭഗവാന്റെ കഥകൾ പറയുക എന്നുള്ളതും ഭാഗവതം എന്ന ഈ മഹാപുരാണം പാരായണം ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിലോ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പുണ്യത്തിൻ്റെ ബാക്കി തന്നെയാണ് തീർച്ചയായും. അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും നമുക്കിവിടെ എത്തിച്ചേരാനും ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനും ഭഗവതിമാരുടെ ഈ സാന്നിധ്യത്തിൽ ഈ പുണ്യമായ അന്തരീക്ഷത്തിൽ എത്തിച്ചേരാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ ശ്രീമദ് ഭാഗവതം എന്ന ഈ പുരാണം, ഇതിലെ കഥകൾ, ഇതൊക്കെ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സപ്താഹങ്ങളിൽ പാരായണം ചെയ്യാറുണ്ട്, ഈ കഥകളൊക്കെ കേൾക്കാറുണ്ട്. സത്രവേദികളിൽ ഈ കഥകളൊക്കെ പാരായണം ചെയ്യുകയും കഥകൾ പറയുകയും ഇതിൻ്റെ തത്വങ്ങളൊക്കെ വിചാരണം ചെയ്യുകയും ഒക്കെ എത്രയോ ആവർത്തി നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും വീണ്ടും വീണ്ടും ഈ കഥകളൊക്കെ വായിക്കാനും ചർച്ച ചെയ്യാനും കേൾക്കാനും ഇതിനുള്ള ആഗ്രഹം നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് മടുപ്പിക്കുന്നില്ല. അത് ഭഗവാന്റെ കഥകളുടെ മാത്രം പ്രത്യേകതയാണ്. പാലാഴി മഥനം തുടങ്ങുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകൻ പറയുകയാണ്, ത്വയാ സങ്കഥ്യമാനേന മഹിംനാ സാത്വതാം പതേഃ നാതിതൃപ്യതി മേ ചിത്തം സുചിരം താപതാപിതം. അങ്ങ് പറയുന്ന ഈ കഥകളുണ്ടല്ലോ, ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന കഥകൾ, ഈ കഥകളൊക്കെ നാതിതൃപ്യതി മേ ചിത്തം, എൻ്റെ ചിത്തത്തെ, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. നാതിതൃപ്യതി, എനിക്കിത് എത്ര കേട്ടിട്ടും മതി മതി എന്ന് തോന്നുന്നില്ല. എത്രയോ തവണ ഈ കഥകൾ, ഭാഗവതത്തിലെ എല്ലാ കഥകളും, ഈ 12 സ്കന്ധങ്ങളിലായിട്ട് പറയുന്ന വിവരിക്കുന്ന ഭഗവാന്റെ എല്ലാ കഥകളും ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന കഥകൾ തന്നെയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്ന കഥകളാണ് ഭാഗവതത്തിൽ മുഴുവനുള്ളത്. ഈ കഥകളൊക്കെ നമ്മൾ എത്രയോ ആവർത്തി വായിച്ചും കേട്ടും പരിചയിച്ചിട്ടുണ്ട്, ഇല്ലേ? എങ്കിലും നാതി തൃപ്യതി മേ ചിത്തം, എൻ്റെ മനസ്സിനെ ഇത് തൃപ്തിപ്പെടുത്തുന്നേ ഇല്ല. വീണ്ടും വീണ്ടും അങ്ങ് പറയൂ ഞാൻ കേൾക്കാം, അങ്ങ് പറയൂ ഞാൻ കേൾക്കാം. എന്തുകൊണ്ടാ? സുചിരം താപതാപിതം, എൻ്റെ മനസ്സ് താപതാപിതം, എൻ്റെ മനസ്സ് തപിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്കും ഈ അവസ്ഥയുണ്ട് ഇല്ലേ? മനുഷ്യന് 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടെന്നാണല്ലോ പറയാറ്. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളും നമ്മളെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ നിമിഷത്തിലും നമ്മളെ ഇങ്ങനെ തപിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എത്രയോ ദുഃഖങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഭാഗവതത്തിന്റെ ആദ്യ ഭാഗത്ത് കുന്തിദേവി ഭഗവാനോട് വരമായിട്ട് ചോദിച്ചു, എനിക്ക് കുറച്ച് ദുഃഖം തരണേ, ആപത്ത് തരണേ എന്ന്. നമുക്ക് വരമായിട്ടൊന്നും ചോദിക്കേണ്ട, ഭഗവാൻ അറിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ഓരോ മിനിറ്റിലും നമുക്ക് ദുഃഖങ്ങൾ 100,000 തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആലോചിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഒക്കെ മനസ്സ് താപതാപിതം, തപിച്ചുകൊണ്ടേയിരിക്കുക, ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ദുഃഖിക്കുന്ന മനസ്സിനെ സമാധാനിപ്പിക്കാൻ, കുറച്ചു നേരമെങ്കിലും സാന്ത്വനിപ്പിക്കാൻ എന്തേ ഉള്ളൂ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, അങ്ങയുടെ മഹാത്മ്യം കേട്ടുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. നാതി തൃപ്യതി മേ ചിത്തം. അത് കേൾക്കും തോറും മനസ്സിനുണ്ടാവുന്ന സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോഴായിക്കോട്ടെ, പറയുമ്പോഴായിക്കോട്ടെ, ചിന്തിക്കുമ്പോഴായിക്കോട്ടെ, നാമം ചൊല്ലുമ്പോഴായിക്കോട്ടെ, ഇതൊക്കെ മനസ്സിനുണ്ടാക്കുന്ന സുഖം നമുക്ക് വിവരിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് സുഖം ഉണ്ടാക്കും. അത് എത്ര തവണ, 100 തവണ ചെയ്താലാണോ സുഖം ഉണ്ടാവുക? 1000 തവണ ചെയ്താലാണോ സുഖം ഉണ്ടാവുക? എത്ര തവണ ചൊല്ലിയാലും, എത്ര തവണ പറഞ്ഞാലും, എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ഇത് ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഭാഗവതത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയും, എത്ര തവണ ഭാഗവതം കേൾക്കണം, അല്ലെങ്കിൽ എത്ര തവണ ഭാഗവതം പാരായണം ചെയ്യണം. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം. എത്ര തവണ പിബത ഭാഗവതം രസം? ഈ ഭാഗവത രസത്തെ എത്ര തവണ കുടിക്കണം? ആലയം, ലയമെത്തുന്നത് വരെ, ലയിക്കുന്നത് വരെ ഭാഗവതം കേൾക്കുക, ലയിക്കുന്നത് വരെ ഭാഗവതം പാരായണം ചെയ്യുക, ലയിക്കുന്നത് വരെ ഭാഗവതം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിനുണ്ടാക്കുന്ന സമാധാനം, ഈ ദുഃഖത്തിനുണ്ടാക്കുന്ന സമാധാനം മറ്റൊന്നിനും തരാൻ പറ്റില്ല. അത് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കഥകൾ കേൾക്കാനും പറയാനും ചിന്തിക്കാനും നമുക്ക് സാധിക്കുന്നത്, ഭഗവാന്റെ മാഹാത്മ്യം വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത്, ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ കഥമകൃത പുണ്യ പ്രഭവതി, പുണ്യം ചെയ്യാത്തവർക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ജന്മത്തിലോ ജന്മാന്തരങ്ങളിലോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത്, വീണ്ടും വീണ്ടും ഭാഗവതം പാരായണം ചെയ്യാൻ സാധിക്കുന്നത്, വീണ്ടും വീണ്ടും ഭാഗവതം ചിന്തിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ അവസരം ലഭിച്ചത് വലിയ ധന്യത തന്നെയാണ് എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് ഈ കിട്ടിയ അവസരത്തിലും ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്ന ഒരു കഥ വിവരിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. 8ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ കഥ ആചാര്യൻ അനുസ്മരിച്ചു, ഗജേന്ദ്രമോക്ഷം എന്ന കഥ. അതിനുശേഷം വരുന്ന അടുത്ത ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന ഒരു കഥയാണ് അമൃതമഥനം, പാലാഴി മഥനം എന്ന ഈ കഥ. ഭാഗവതത്തിലെ നമുക്കറിയാവുന്നതുപോലെ വെറും കഥകളുടെ സമാഹാരം മാത്രമല്ല, കഥകളോടൊപ്പം പല വിഷയങ്ങളും കൂടിയാണ് ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ 8ാമത്തെ സ്കന്ധം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം മന്വന്തരം എന്നുള്ളതാണ്. മന്വന്തര കഥകളാണ് അവതരിപ്പിക്കുന്ന ഭാഗം. ഓരോ മന്വന്തരത്തിലും ഭഗവാൻ ഓരോ രൂപം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം പ്രകാശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യും, ഒരു അത്ഭുത പ്രവൃത്തി അദ്ദേഹം ചെയ്യാറുണ്ട്. ഓരോ മന്വന്തരത്തിലും അദ്ദേഹം ഓരോ പേരിലാണ് അവതരിക്കുക, ഓരോ ദേശത്താണ് അദ്ദേഹം അവതരിക്കുക. അവിടെ അദ്ദേഹം ഒരു അത്ഭുത പ്രവൃത്തി തൻ്റെ മാഹാത്മ്യത്തെ വെളിവാക്കത്തക്ക വിധം പ്രവർത്തിച്ചു കാണിക്കും. അങ്ങനെ 6ാമത്തെ മന്വന്തരം പ്രിയവ്രതന്റെ മകനായ രൈവതന്റെ മകനായ
ചാക്ഷുഷൻ എന്ന മനുവിൻ്റെ കാലമാണ് ആറാമത്തെ മന്വന്തരം. ഷഷ്ഠശ്ച ചക്ഷുഷ പുത്ര ചാക്ഷുഷോ നാമ വൈ മനു. ആറാമത്തെ മന്വന്തരം ചാക്ഷുഷൻ എന്ന മനുവിൻ്റെ കാലമാണ്. ആ കാലത്ത് അദ്ദേഹം മഹാവിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? അജിതൻ എന്ന പേരിൽ തത്രാപി ദേവ സംഭൂത്യാം വൈരാജസ്യാഭവത് സുതഃ, വൈരാജന്റെയും സംഭൂതയുടെയും മകനായി അജിതോ നാമ ഭഗവാൻ അംശേന ജഗതഃപതി, തൻ്റെ അംശമായ അജിതൻ എന്ന പേരിൽ അവതരിച്ച് പയോധിം യേന നിർമ്മഥ്യ, ഈ ക്ഷീരപയോധിയെ, പാലാഴിയെ, പാൽക്കടലിനെ അദ്ദേഹം മഥനം ചെയ്തു. എന്നിട്ടോ ആ മഥനത്തിൻ്റെ നടുക്ക് വെച്ചിരുന്ന മന്ദരപർവ്വതത്തിനെ അതിൻ്റെ അടിയിൽ കൂർമ്മരൂപത്തിൽ അദ്ദേഹം അവതരിക്കുകയും ചെയ്തു എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആറാമത്തെ മന്വന്തരത്തിൽ ഇതാണ് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം വെളിവാക്കുന്ന കഥ ഇതാണ് എന്ന്. ഇത് കേട്ട് പരീക്ഷത്തിന് വലിയ ആകാംക്ഷയുണ്ടായി. എന്താണ് ആ കഥ? എന്തിനാണ് ഭഗവാൻ അജിതനായി അവതരിച്ചത്? എന്തിനാണ് പാലാഴി മഥനം ചെയ്തത്? അപ്പോൾ എന്താ സംഭവിച്ചത്? എന്തിനാണ് അദ്ദേഹം കൂർമ്മമായി മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽ പോയി ഇരിക്കേണ്ടി വന്നത് എന്നിങ്ങനെ പരീക്ഷിത്ത് സംശയം ചോദിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പരീക്ഷിത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓരോ കഥ ശ്രീശുക ബ്രഹ്മർഷി തുടങ്ങുമ്പോഴും പരീക്ഷിത്ത് ചോദിക്കും, അതെന്താണെന്നൊന്ന് വിവരിക്കുമോ? അത് കേൾക്കാൻ എനിക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹം ഉണ്ടാവുന്നു, അത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവുന്നു, അതുകൊണ്ട് അത് വിവരിക്കുമോ എന്ന് ശ്രോതാവായിരിക്കുന്ന പരീക്ഷിത്ത് വീണ്ടും വീണ്ടും ചോദിക്കുക. അപ്പോൾ നല്ല ശ്രോതാവ് ഉണ്ടെങ്കിലാണ് വക്താവിന് നന്നായിട്ട് പറയാൻ സാധിക്കുക. പരീക്ഷിത്ത് നല്ല ശ്രോതാവായതുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി ഈ കഥകളൊക്കെ വീണ്ടും വീണ്ടും വിസ്തരിച്ച് പറയുന്നു. അങ്ങനെ പാലാഴി മഥനം എന്ന ഈ കഥ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ് ഈ പാലാഴി മഥനം നടത്താനുണ്ടായ സാഹചര്യം? അതിൻ്റെ സാഹചര്യം ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. അത് ഒരു പുതിയ സംഭവമല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാവാറുണ്ട്. ഓരോ അസുര ചക്രവർത്തി വരുമ്പോഴും അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഇന്ദ്രലോകം കീഴടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്ദ്രലോകത്തിൽ നിന്ന് ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്യും, അവർ തോറ്റുപോവും. ഇത് പതിവാണ്. ഈ മഹാബലിയുടെ കാലത്ത്, അസുര ചക്രവർത്തിയായി മഹാബലി വാണ കാലത്ത് അദ്ദേഹം ദേവന്മാരുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അങ്ങനെ യുദ്ധം ചെയ്യാൻ അതിനു മുമ്പ് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായി. അതെന്താന്ന് ചോദിച്ചാലോ, ദുർവാസശാപാത് സേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാംശ്ചാഭവൻ തത്ര. ദുർവാസാവ് എന്ന മഹർഷിയുടെ ശാപം കൊണ്ട്, ദുർവാസാവ് എന്നുള്ള മഹർഷിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുമുണ്ട്. അദ്ദേഹത്തിന് എന്തിനാ ദേഷ്യം വരുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ദേഷ്യം വരാനൊരു കാരണം ഉണ്ടാവണമല്ലോ, ആ കാരണം എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ ദേഷ്യം വരും, എന്തിനോ വേണ്ടി ദേഷ്യം വരും. ദുർവാസാവിന് ദേഷ്യം വരാനുണ്ടായ സാഹചര്യം എന്താണ്? അദ്ദേഹത്തിന് വിദ്യാധര സ്ത്രീ ഒരു മനോഹരമായ മാല കൊടുത്തു. ഈ മാല അന്നേരത്തെ ഒരു ആഗ്രഹം കൊണ്ട് ഈ മാല അദ്ദേഹം സ്വീകരിച്ചു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഋഷിയായിട്ടുള്ള തനിക്ക് എന്തിനാണ് ഈ മാല, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ, എന്നാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇത് ഏറ്റവും ഇണങ്ങുന്നത് ആർക്കായിരിക്കും? ഇന്ദ്രൻ ദേവേന്ദ്രനായിട്ടുള്ള ഇന്ദ്രനാണ്, ദേവന്മാരുടെയൊക്കെ രാജാവാണ്. അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഐരാവതത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവേന്ദ്രൻ ഈ മാല കൊടുത്തു. ഈ മാലയുടെ സൗരഭ്യം കൊണ്ടും അതിൻ്റെ ഭംഗി കൊണ്ടും വണ്ടുകൾ ഇങ്ങനെ അതിന് ചുറ്റും പറന്നു നടക്കാൻ തുടങ്ങി. ഈ ഐരാവതത്തിന് അത് വല്ലാതെ ദേഷ്യം വന്നു. ആനയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക? അത് തുമ്പിക്കൈകൊണ്ട് ആ മാല വലിച്ച് താഴെയിട്ട് ചവിട്ടി അരച്ചു. ഇതൊക്കെ ദുർവാസാവ് നോക്കി നിൽക്കെ തന്നെ കഴിഞ്ഞു. ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്ന അദ്ദേഹത്തിന് ഇത് ധാരാളമാണല്ലോ. ദുർവാസാവിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോഴോ അദ്ദേഹം ദേവന്മാരെ ആകെ ശപിച്ചു. എന്താണ് ശാപം? നിശ്രീകാശ്ചാഭവൻ തത്ര. ആ ശാപം കൊണ്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ദേവന്മാരും നിശ്രീകാ അഭവൻ,
ഐശ്വര്യമില്ലാത്തവരായി തീർന്നു, ശ്രീ ഇല്ലാത്തവരായി തീർന്നു. ദേവന്മാർക്ക് ധാരാളം ഐശ്വര്യമുള്ളവരാണ് ദേവന്മാരെന്ന് പറയും. ദിവ എന്ന ധാതുവിൻ്റെ അർത്ഥം തന്നെ കാന്തി, ഐശ്വര്യം എന്നാണ്. ദിവു കാന്തൗ എന്നാണ് ധാതു. അതുകൊണ്ട് ഐശ്വര്യമുള്ളവരാണ് ദേവന്മാര്. ആ ഐശ്വര്യമൊക്കെ അവർക്ക് ഇല്ലാതെയായി. അണിമ ലഘിമ തുടങ്ങി ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതെയായി. ഈ ഐശ്വര്യങ്ങളൊക്കെ ഇല്ലാതെ ആയപ്പോഴേക്കും ദേവന്മാർക്കൊക്കെ ജരാനരകൾ ബാധിച്ചു തുടങ്ങി, വാർദ്ധക്യം വന്നു തുടങ്ങി. ഇതൊന്നും അവർക്കുണ്ടായിരുന്നില്ല, വാർദ്ധക്യം ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ഐശ്വര്യമുള്ളവരായിരുന്നു, അണിമാദികളായ ഐശ്വര്യത്തോടു കൂടിയവരായിരുന്നു ദേവന്മാര്. പക്ഷേ ഈ ശാപം കൊണ്ട് അതൊക്കെ ഇല്ലാതെയായി തീർന്നു. അങ്ങനെ ദേവന്മാരുടെ ഐശ്വര്യമില്ലാതെയായി, ജരാനരകളൊക്കെ ബാധിച്ചു, വാർദ്ധക്യം ബാധിച്ചു. ഈ വിവരം അറിഞ്ഞിട്ടാണ് അസുര ചക്രവർത്തി മഹാബലി ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റിയ സമയമാണ്, ദേവന്മാരുടെ ഐശ്വര്യമൊക്കെ പോയിരിക്കുന്ന സമയം, ഇപ്പോഴാണെങ്കിൽ നമുക്ക് അവരെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാം എന്ന് തീരുമാനിച്ച് അസുരന്മാര് വലിയ യുദ്ധത്തിനൊരുങ്ങി. ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. സ്വാഭാവികമായും ദേവന്മാരൊക്കെ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അതങ്ങനെയാണല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലേ? നമുക്ക് കോൺഫിഡൻസ് ഉള്ളപ്പോൾ നമുക്ക് എന്ത് ജോലിയും ഏത് പ്രവൃത്തിയും ചെയ്ത് തീർക്കാൻ സാധിക്കും. നമ്മുടെ കോൺഫിഡൻസ് കുറയോ അത് പോവോ ചെയ്തു കഴിഞ്ഞാലോ പിന്നെ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഈ ശാപത്തിനെ അങ്ങനെ കണ്ടാലും മതി, അല്ലേ? ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ഐശ്വര്യമില്ലാതെയായി, ദേവന്മാർക്ക് തന്നെ അവരുടെ കോൺഫിഡൻസ് ഒക്കെ ഇല്ലാതെയായി. ഈ ഐശ്വര്യമുള്ളതായിരുന്നു അവരുടെ കോൺഫിഡൻസ്, ഇല്ലേ? അവരുടെ ഒരു ധൈര്യം അതായിരുന്നു. ആ ധൈര്യം ഇല്ലാതായതോടുകൂടി അസുരന്മാരോട് അവർ പരാജയപ്പെട്ടു. അതിന് കാരണമായത് എന്താണ്? ശാപവാക്കാണ്. ശാപവാക്കിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ശാപവാക്കിന് നമ്മളെ തളർത്താനുള്ള കഴിവുണ്ട്. ശാപവാക്കിനെന്നല്ല, വാക്കിന് അപാരമായ അപരിമേയമായ ശക്തിയുണ്ട്. നമ്മളുടെ ഒക്കെ വാക്കിനതുണ്ട്. നമ്മളുടെ ഒക്കെ വാക്കിൽ അപരിമേയമായ ശക്തിയുണ്ട്. മരിക്കാൻ പോകുന്ന, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മളുടെ വാക്കിന് ശക്തിയുണ്ട്, ഇല്ലേ? സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും നമ്മളുടെ വാക്കിന് ശക്തിയുണ്ട്. രണ്ട് തരത്തിലും വാക്കിന് ശക്തിയുണ്ട്. അതറിഞ്ഞ് പ്രയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വാക്കിൻ്റെ ഈ ശക്തിയെ അറിഞ്ഞിട്ട് വേണം പ്രയോഗിക്കാൻ. അതിന് തളർത്താനും വളർത്താനുമുള്ള കഴിവ് വാക്കിനുണ്ട്. ഋഗ്വേദത്തിൽ ഒരു സൂക്തം തന്നെയുണ്ട്. സക്തുമിവ തിതൗനാ പുനന്തോ എത്ര ധീര മനസാ വാചമക്രത. ധീരന്മാര് എങ്ങനെ വാക്ക് പ്രയോഗിക്കണം? സക്തുമിവ തിതൗനാ പുനന്തോ. അരിപ്പൊടി, തിതൗ എന്നുള്ളതിന് അരിപ്പ എന്നർത്ഥം. അരി ഒരലിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അതൊരു അരിപ്പയിലിട്ട് നമ്മൾ ഇടയും, ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? അതിലെ തരിതരിയായിട്ടുള്ളതൊക്കെ മാറ്റി ഏറ്റവും നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു അരിപ്പയിലിട്ടിട്ട് അരിക്കും. ഇതേപോലെ മനസ്സുകൊണ്ട് വാക്കുകളെ അരിച്ചു വേണം പ്രയോഗിക്കാൻ. വാക്കുകളെ അരിച്ചിട്ട് വേണം പ്രയോഗിക്കാൻ. സക്തുമിവ തിതൗനാ പുനന്തോ. പുനന്തഃ, ശുദ്ധമാക്കിയിട്ട് വേണം വാക്ക് പ്രയോഗിക്കാൻ. അങ്ങനെ ശുദ്ധമാക്കിയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഭദ്രൈഷ ലക്ഷ്മീർ നിഹിതാധിവാചി. അങ്ങനെയുള്ളവരുടെ വാക്കിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്, ഐശ്വര്യം, ശ്രീ ഇരിക്കുന്നത് ആരുടെ വാക്കിലാണ്? ഇങ്ങനെ ശുദ്ധമായ വാക്കുകൾ പ്രയോഗിക്കുന്നവരിലാണ് ഐശ്വര്യം ഇരിക്കുക. അല്ലാത്തവരിൽ ഐശ്വര്യം ഇരിക്കില്ല, അല്ലേ? നമ്മൾ നല്ല വാക്കുകളല്ല പറയുന്നതെങ്കിൽ ഐശ്വര്യം ഉണ്ടാവില്ല. തിരിച്ച് നല്ല വാക്കുകളാണ് പറയുന്നതെങ്കിലോ ഐശ്വര്യം തന്നെ ഉണ്ടാവും. നമുക്ക് മാത്രമല്ല, നമ്മളെ കേൾക്കുന്നവർക്കും ഐശ്വര്യം ഉണ്ടാവും. വാക്കിന് ഈ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ അധ്യാപന ജീവിതത്തിലുള്ള എൻ്റെ അനുഭവം, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപിക വലിയ ഭക്തയാണ്. ആ ഭക്തി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ വാക്കിന് വലിയ ശക്തിയുണ്ട്. പക്ഷേ ആ വാക്കുകൊണ്ട് ആരെയും നല്ലത് പറയില്ല. കുട്ടികളെ ഒക്കെ ശപിക്കും.
എന്തൊക്കെ ആയാലും നീ ഗുണം പിടിക്കില്ല, നന്നാവില്ല, എന്തൊക്കെ പറഞ്ഞിട്ടും പ്രയോജനമില്ല, നീ നന്നാവില്ല. ഈ നന്നാവില്ല എന്ന് പറയുന്നത് അവരുടെ ഭക്തി കൊണ്ടായിരിക്കാം. അത് അങ്ങനെ തന്നെ ആ കുട്ടികൾ നന്നാവാതെ പോവുകയും ചെയ്യും. എന്നാൽ ഈ വാക്കുകൊണ്ട് നല്ലത് പറഞ്ഞാലോ നല്ലത് സംഭവിക്കുകയും ചെയ്യും. ഇല്ലേ? വാക്കിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് ആ ശക്തിയെ അറിഞ്ഞ് പ്രയോഗിക്കുക. ദുർവാസാവ് ശപിച്ചു എന്നുള്ളത് കൊണ്ട്, അദ്ദേഹത്തിന്റെ ശാപം കൊണ്ട് ഇന്ദ്രൻ ഉണ്ടായിരുന്ന സകല ഐശ്വര്യങ്ങളും കോൺഫിഡൻസും ഇല്ലാതെയായി. അതോടുകൂടി അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ പരാജയപ്പെട്ടു. ഇവരൊക്കെ വലിയ ദുഃഖത്തിലായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. അവരൊക്കെ തങ്ങളുടെ പ്രജാപതിയായ, തങ്ങളുടെയൊക്കെ പിതാമഹനായ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവിൻ്റെ അടുത്തെത്തിയിട്ട് അവർ സങ്കടം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ആ വാക്കുകൾ വലിയ പ്രധാനമാണ്. ബ്രഹ്മാവ് പറയാണ്, അഹം ഭവോ യൂയം അധോ അസുരാദയോ മനുഷ്യതിര്യദ്രുമഘർമ്മജാതയഃ യസ്യാവതാരാം ശകലാ വിസർജിത വ്രജാമ സർവേ ശരണം തമവ്യയം. മനുഷ്യജീവിതത്തിൽ അടിക്കടി ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അതിനുള്ള ഉത്തരം ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. അഹം, ഞാനും, ഭവഃ മഹാദേവനും, യൂയം നിങ്ങൾ ദേവന്മാരും, അധോ അസുരാദയഃ അസുരന്മാരും, മനുഷ്യ തിര്യഗ്ദ്രുമഘർമ്മജാതയഃ മനുഷ്യൻ, തിര്യക്ക് പക്ഷികൾ, ദ്രുമാഹ വൃക്ഷങ്ങൾ, ഘർമ്മജാതയഃ ജീവജാലങ്ങൾ തുടങ്ങി സകലതും, മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, സസ്യങ്ങളാവട്ടെ, ദേവന്മാരാവട്ടെ, അസുരന്മാരാവട്ടെ, ബ്രഹ്മാവായ ഞാനാകട്ടെ, മഹാദേവരാവട്ടെ, നമ്മളെല്ലാവരും യസ്യാവതാരാം ശകല, ആരുടെ അവതാരങ്ങളാണോ, അംശങ്ങളാണോ നമ്മളൊക്കെ, ആ മഹാവിഷ്ണുവിൻ്റെ, ആ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. അത് ഞാനും നിങ്ങളും എന്ന് വേണ്ട സർവചരാചരങ്ങളും ആ ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാൽ എന്തു ചെയ്യണം? വ്രജാമ സർവേ ശരണം തമവ്യയം. ആ അവ്യയനെ, ആ നാശമില്ലാത്ത ഭഗവാനെ തന്നെ ശരണം വ്രജാമ, ശരണം ഗമിക്കുക. വേറൊരു വഴിയില്ല. ജീവിതത്തിൽ അടിക്കടി ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ, പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് വേണ്ട എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എന്ത് ചെയ്യുക? നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ അംശങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ ആരെയുള്ളൂ? ആ ഭഗവാനെ തന്നെ ശരണം വ്രജാമ. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിക്കലാണ് നമുക്കുള്ള വഴി എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവന്മാരും മഹാദേവനും ഉൾപ്പെടെ എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുണ്ഠ ലോകത്തെത്തി അദ്ദേഹത്തെ കാണണമെങ്കിൽ അങ്ങനെയൊന്നും ചെന്ന് കാണാൻ പറ്റില്ല. അവിടെ ചെന്ന് ബ്രഹ്മാവ് ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി. നിർമ്മമനായ, നിർഗുണനായ, നിഷ്കളനായ ആ പരമാത്മസ്വരൂപനായ ആ ഭഗവാനെ ബ്രഹ്മാവ് ധാരാളം സ്തുതികളെ കൊണ്ട് സന്തോഷിപ്പിച്ചു. അങ്ങനെ ഈ സ്തുതികളിലൊക്കെ സന്തുഷ്ടനായി തീർന്ന ആ ഭഗവാൻ ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അങ്ങനെ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ദേവന്മാര് തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം വർണ്ണിച്ചു. ഞങ്ങൾക്ക് ഇന്നതൊക്കെയാണ് ദുഃഖങ്ങൾ, ശാപം കൊണ്ട് ഞങ്ങളുടെ ഐശ്വര്യമൊക്കെ ഇല്ലാതെയായി, അതോടൊപ്പം ഇന്ദ്രപദവി ഇല്ലാതെയായി, അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജിതരായി. അതുകൊണ്ട് അങ്ങല്ലാതെ മറ്റൊരു ശരണമില്ല, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അങ്ങ് നിർദ്ദേശിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിന് എന്തേ ഉള്ളൂ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ. അമൃതോൽപാദനേ യത്നക്രിയതാമ വിളംബിതം. ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ അമൃതം പാനം ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴി. അതുകൊണ്ട് അമൃതോത്പാദനേ യത്നക്രിയതാം, അമൃതം കിട്ടാനുള്ള പ്രയത്നം ചെയ്തോളൂ. അമൃത് കിട്ടാൻ എന്താണോ വേണ്ടത് അത് ചെയ്തോളൂ.
അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രയത്നിച്ചാൽ ഫലം വരില്ല. കാരണം നിങ്ങളിപ്പോൾ ഐശ്വര്യമില്ലാത്തവരായി, ബലമില്ലാത്തവരായി. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും അമൃതം കിട്ടില്ല. ശത്രുക്കളുമായി നിങ്ങൾ സന്ധി ചെയ്യണം, സന്ധി ചെയ്യണം. അരയോപിഹി സന്ധേയാഹ, ശത്രുക്കളാണെങ്കിലും കാര്യാർത്ഥ ഗൗരവേ സന്ധേയാഹ, ഒരു കാര്യത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് സന്ധി ചെയ്യണം. രാജാക്കന്മാര് ഇങ്ങനെ പലതരത്തിൽ വേണം, നയങ്ങൾ ഉപയോഗിക്കണം എന്ന് ചാണക്യൻ പറയും. 6 നയങ്ങളുണ്ട്. ഈ 6 നയങ്ങളും ഉപയോഗിച്ചിട്ട് വേണം രാജാവ് രാജ്യം ഭരിക്കാൻ. അതിലൊരു നയമാണ് സന്ധി എന്ന് പറയും. സന്ധി, തന്നെക്കാൾ ബലവാനായ ഒരു ശത്രു വന്നാൽ ആ ശത്രുവിനോട് യുദ്ധം ചെയ്തിട്ട് പ്രയോജനമില്ല, തോറ്റുപോകും, ഉറപ്പാണ്. തോറ്റുപോകുന്നു മാത്രമല്ല, യുദ്ധം കൊണ്ട് ഒരുപാട് ദോഷഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? തന്നെക്കാൾ ബലമുള്ള ശത്രുവിനോട് സന്ധി ചെയ്യണം, സന്ധി ചെയ്യണം. അങ്ങനെ സന്ധി ചെയ്താൽ അതൊരു പരാജയമല്ലേ? ശത്രുവിനോട് സന്ധി ചെയ്തു കഴിഞ്ഞാൽ തോറ്റതിന് തുല്യമായില്ലേ? എന്നാണെങ്കിൽ അങ്ങനെയല്ല. അഹിമൂഷികവദ്ദേവാ ഹ്യർദ്ധസ്യ പദവീം ഗതൈഹി, അഹിമൂഷികവത്, അഹിമൂഷികവത്, പാമ്പിനെയും സർപ്പത്തെയും പോലെ. എന്താ പാമ്പിനെയും സർപ്പത്തെയും പോലെ? പാമ്പ്, ഒരു പെരുമ്പാമ്പ് കാട്ടിൽ കൂടി പോയ സമയത്ത് ഒരു വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങി. പാമ്പ് വലയിൽ കുടുങ്ങി അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വയ്യാതെ പലതരത്തിൽ ശ്രമിച്ചു നോക്കി, പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഒരു എലി വരുന്നു. അപ്പം ആ എലിയോട് പാമ്പ് ചോദിക്കുകയാണ്, നീ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? അപ്പം എലി പറയാം, അയ്യേ നീ വലിയ ബലവാനല്ലേ, പെരുമ്പാമ്പെന്ന് പറഞ്ഞാൽ വലിയ ബലവാനല്ലേ, എത്ര വലിയ ജീവിയെയും ഞെക്കി കൊല്ലാൻ കഴിവുള്ളവനാണ്, നീ എന്തിനാ ഇത് കിടക്കുന്ന, നിനക്ക് രക്ഷപ്പെട്ടുകൂടെ? അല്ല, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവില്ല, നീ എന്നെ സഹായിക്കണം. അങ്ങനെ എലി എന്ത് ചെയ്തു? ആ വല കടിച്ചു മുറിച്ച് പെരുമ്പാമ്പിനെ രക്ഷിച്ചു. പെരുമ്പാമ്പ് പുറത്തു വന്നപ്പോഴോ ആ എലിയെ തന്നെ വിഴുങ്ങുകയും ചെയ്തു. ഇതേപോലെ ശത്രുക്കളുമായിട്ട് എന്ത് ചെയ്യുക? സന്ധി ചെയ്യുക. സന്ധി ചെയ്ത് കാര്യം നടന്നു കഴിഞ്ഞാലോ അവരെ പരാജയപ്പെടുത്തുക. ഇത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. കൂപഘാനക ന്യായം എന്നൊരു ന്യായത്തെക്കുറിച്ച് മഹാഭാഷ്യത്തിൽ പറയും. കൂപഘാനക ന്യായം എന്ന് പറഞ്ഞാലോ, കിണർ കുഴിക്കുന്നത് പോലെ. കിണർ കുഴിക്കുമ്പോൾ ഒരുപാട് മണ്ണും പൊടിയും ചെളിയൊക്കെ ദേഹത്ത് പറ്റും, ഇല്ലേ? കിണർ കുഴിക്കുമ്പോൾ വലിയ കഷ്ടപ്പാടാണ്, കുറേ മണ്ണും പൊടിയൊക്കെ ദേഹത്ത് പറ്റും, ചെളി പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് കുഴിച്ച് ചെന്ന് കഴിഞ്ഞാലോ ആ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടും, ഇല്ലേ? ആ വെള്ളം കിട്ടിയാൽ ആ വെള്ളം കൊണ്ട് ഈ ചെളിയൊക്കെ കഴുകി കളയാനും പറ്റും, ശുദ്ധമാവാനും പറ്റും. അതേപോലെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ബലം കുറഞ്ഞിരിക്കുന്നു. ബലം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ശത്രുക്കളുമായി യുദ്ധത്തിന് പോവാതെ അവരോട് സന്ധി ചെയ്യുക. സന്ധി ചെയ്ത് അമൃതോത്പാദനേ യത്നക്രിയതാം, അമൃതോത്പാദനത്തിനുള്ള പ്രയത്നം ചെയ്യുക. അങ്ങനെ അമൃതം കിട്ടിക്കഴിഞ്ഞാലോ, അമൃത് കുടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ശ്രീത്വമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ വീണ്ടും യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്താം. ഇതാണ് അതിനുള്ള പോംവഴി എന്ന് ഭഗവാൻ അവർക്ക് ഉപദേശം കൊടുത്തു. ഇതാണ് അതിനുള്ള വഴി എന്ന് പറഞ്ഞു. അതിനെന്ത് ചെയ്യണം? അതിന് എങ്ങനെയാണ് അമൃത് ഉണ്ടാക്കേണ്ടത്, കിട്ടേണ്ടതെന്ന് ചോദിച്ചാലോ, ക്ഷിപ്ത്വാ ക്ഷീരോദധൗ സർവാ വീരുത് തൃണലതൗഷധീഹി, ഈ പാലാഴിയിൽ എല്ലാ വീരുത് തൃണലത ഔഷധീഹി, എല്ലാത്തരം വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഇതിനകത്ത് കൊണ്ടിടണം. എല്ലാത്തരം തൃണങ്ങളായിക്കോട്ടെ, പുല്ല്, ലതകൾ, വള്ളികൾ, പിന്നെയോ വീരുത്ത്, മരങ്ങൾ, ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടണം. എന്തിനാ ഇതൊക്കെ? ഇതൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. എല്ലാ ചെടികളിലും ഔഷധ ഗുണമുണ്ടെന്നാണല്ലോ ആയുർവേദം പറയുക. എല്ലാ ചെടികളും ഔഷധങ്ങളാണ്, വിഷമുള്ളതൊന്നുമില്ല. എല്ലാ ചെടികളും ഔഷധങ്ങളാണ്. അതുകൊണ്ട് എല്ലാ ചെടികളെയും ഈ പാലാഴിയിൽ കൊണ്ടുവന്ന് ഇടുക. എന്നിട്ടോ മന്ധാനം മന്ദരം കൃത്വ, മന്ദരപർവ്വതത്തെ മന്ധാനം കൃത്വ, കടകോലാക്കി വെച്ച്, നേത്രം കൃത്വ തു വാസുകിം, നേത്രം കയറായിട്ട് വാസുകിയെ സ്വീകരിക്കുക. അങ്ങനെ വാസുകിയെ സ്വീകരിച്ചിട്ട് സഹായേന മയാ ദേവാഹ, മറന്നു പോകരുത്, എൻ്റെ സഹായത്തോടുകൂടി നിർമന്ധത്വം അതന്ത്രിതാഹ, ക്ഷീണമില്ലാതെ മന്ധത്വം നിങ്ങൾ മഥനം ചെയ്യൂ, ഈ പാലാഴിയെ മഥനം ചെയ്യൂ. അങ്ങനെ മഥനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫലഗ്രാഹികളായി തീരും. അസുരന്മാരോ ക്ലേശഭാജ ഭവിഷ്യന്തി, അസുരന്മാരൊക്കെ ക്ലേശമുള്ളവരായിട്ട് മാറും.
അതുകൊണ്ട് ഇതാണ് അതിനുള്ള പോം വഴി എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി ഒരു കാര്യം ഓർമ്മിക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നഭേതവ്യം കാളകൂടാത് വിഷാജ്ജലധി സംഭവാത്. ഇങ്ങനെ മഥനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കാളകൂടം എന്ന ഒരു വിഷം പുറത്തേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യണം? നഭേതവ്യം, പേടിച്ചു പോകരുത്, അതുകൊണ്ട് പിന്മാറരുത്. ഈ കാളകൂടം എന്നുള്ള വിഷമുണ്ടായത് കൊണ്ട് പേടിക്കരുത്, പേടിച്ച് പിന്മാറരുത്. ലോഭക്കാര്യോ നവാജാതു രോഷഃ കാമസ്തു വസ്തുഷു. മാത്രമല്ല പിന്നെയും മഥനം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനോഹരങ്ങളായ പല പല പദാർത്ഥങ്ങളും വരും. അതൊക്കെ വരുമ്പോൾ ലോഭക്കാര്യോന്ന്, അതിലൊന്നും ആഗ്രഹം വെക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താ? അമൃതം പാനം ചെയ്യുക എന്നുള്ളതാണ്. അത് കിട്ടുന്നത് വരെ കടയണം. അതിൽ നിന്ന് മറ്റു പല വസ്തുക്കളും ഉണ്ടാവും, അതിലൊന്നും ഭ്രമിച്ചു പോകരുത്. അമൃത് കിട്ടുന്നത് വരെ, ലക്ഷ്യം സാധിക്കുന്നത് വരെ കടയണം. ഈ ഉപദേശം വളരെ പ്രസക്തമാണ്. ഈ പാലാഴി മഥനം എന്ന കഥയുടെ കോർ എന്താന്ന് ചോദിച്ചാൽ, അതിൻ്റെ സത്ത എന്താന്ന് ചോദിച്ചാൽ ഈ ഉപദേശത്തിലുണ്ട്. ഈ പാലാഴി എന്ന് പറയുന്നതിന് ഒരു രൂപകമായിട്ട് എടുത്തോളൂ. മനുഷ്യന്റെ അന്തഃകരണം, മനസ്സാണ് പാലാഴി എന്ന് സങ്കല്പിക്കുക. പാല് എന്ന് പറയുന്നത് ദിവ്യമായ ഒരു വസ്തുവാണ്, അല്ലേ? ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള, ഒരുപാട് എനർജി തരുന്ന ഒരു വസ്തുവാണ് പാല്. അതേസമയം ഈ പാല് ചീത്തയായാലോ ഇത്രയും മോശമായ വേറൊരു സാധനം ഉണ്ടാവില്ല. ആ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല അതിൻ്റെ മണം കൊണ്ട്, ഇല്ലേ? അത്രയ്ക്ക് ദുർഗന്ധമായിരിക്കും ഈ പാല് ചീത്തയായി പോയത്. മനുഷ്യന്റെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഇത്രയും അത്ഭുതകരമായ ഒരു വസ്തു ലോകത്തില്ല. മനുഷ്യന്റെ മനസ്സിന് എന്തൊക്കെ അത്ഭുത പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവുണ്ട്, ഇല്ലേ? നേരെ തിരിച്ച് അത് ചീത്തയായാലോ അത്രയും മോശമായിട്ടുള്ളൊരു വസ്തു ലോകത്തുണ്ടാവില്ല. ഈ മനസ്സ് ചീത്തയായി പോയാൽ അത്രയും മോശം വേറൊരു വസ്തുവില്ല. ഈ മനസ്സിൽ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ട്. കാരണം അന്തഃകരണം എന്നുള്ളത് ത്രിഗുണങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ത്രിഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ഇതിൽ രണ്ട് തരത്തിലുള്ള ആസുരീ ഗുണങ്ങളും ദൈവീ ഗുണങ്ങളും ഈ മനസ്സിലുണ്ട്. ഭഗവത്ഗീതയില് ഒരു അധ്യായം മുഴുവൻ വർണ്ണിക്കുന്നത് ഈ വിഷയത്തെയാണ്. ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന ഒരധ്യായം മുഴുവൻ ഈ വിഷയത്തെ വിവരിക്കുന്നുണ്ട്. മനുഷ്യന്റെ അന്തഃകരണത്തിൽ ദൈവീ ഗുണങ്ങളുണ്ട്, ആസുരീ ഗുണങ്ങളുണ്ട്, ഇല്ലേ? നമ്മളുടെയൊക്കെ മനസ്സിൽ നല്ല ഗുണങ്ങൾ ധാരാളം ഉണ്ട്, നല്ല ചിന്തകൾ ഉണ്ടാവാറുണ്ട്, മോശം ചിന്തകളും ഉണ്ടാവാറുണ്ട്. കാമം, ക്രോധം മുതലായ മോശം കാര്യങ്ങളും ഈ മനസ്സിൽ തന്നെയുണ്ട്. അഹിംസ, സത്യം, അസ്തേയം മുതലായ നല്ല ഗുണങ്ങളും ഇതേ മനസ്സിൽ തന്നെയുണ്ട്. ഇത് രണ്ടും മനസ്സിന്റെ ഭാവങ്ങളാണ്. ഇവിടെ പാലാഴിയിലെ ദേവന്മാരെയും അസുരന്മാരെയും പോലെ തന്നെ നമ്മളുടെയൊക്കെ ഉള്ളിലും ഈ ദൈവീ ഗുണങ്ങളും ആസുരീ ഗുണങ്ങളും രണ്ട് വശത്തുണ്ട്. ഈ ദൈവീ ഗുണങ്ങളെയും ആസുരീ ഗുണങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജീവിതത്തിൽ. ഇത് രണ്ടിനെയും തിരിച്ചറിയുക. എന്നിട്ടോ അതിലെ ദൈവീ ഗുണങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ഷീണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ പ്രയത്നിക്കേണ്ടത്. ദുർവാസാവിന്റെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ശ്രീത്വമില്ലാതെ പോയതുപോലെ നമ്മളുടെയൊക്കെ പ്രവൃത്തി ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലം കൊണ്ടോ ഈ ദൈവീ ഗുണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു കുറഞ്ഞു പോകും. മനുഷ്യന്റെ മനസ്സിലുള്ള നല്ല ഗുണങ്ങൾ, നല്ല ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകും, ഇല്ലേ? അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അതിനെ വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? മഥനം ചെയ്യുക. ഈ മഥനം എന്ന് പറയുന്നതിന്, കടയുക എന്ന് പറയുന്നതിന് ലക്ഷണ കൊണ്ട് നമുക്ക് വിചാരം ചെയ്യുക, ആലോചന ചെയ്യുക, ചിന്തിക്കുക എന്നൊക്കെ അർത്ഥം എടുക്കാം, ഇല്ലേ? മനസ്സിനെ മഥനം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? തൈര് മഥനം ചെയ്യാൻ, തൈര് കടയണമെങ്കിൽ കടക്കോല് വെച്ചിട്ട് കടഞ്ഞാൽ മതി. പക്ഷെ മനസ്സിനെ മഥനം ചെയ്യണമെങ്കിലോ അതിന് ചിന്ത ചെയ്യുക, തപസ് ചെയ്യുക എന്നുള്ളതാണ് വഴി.
തപസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? തപ, ആലോചന എന്നാണ് ധാതു. ആലോചന ചെയ്യുക, ചിന്ത ചെയ്യുക, ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ആലോചനം തുടങ്ങുമ്പോൾ, മഥനം തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് ദുഷ്ടതകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഏതുപോലെ പാലാഴി മഥനം ചെയ്തപ്പോൾ കാളകൂടം പുറത്തേക്ക് വന്നതുപോലെ ദുഷ്ടതകളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. നഭേതവ്യം, പേടിച്ചു പോവരുത്, നിർത്തിപ്പോവരുത്. അങ്ങനെ വിഷം പുറത്തേക്ക് വന്നപ്പോഴേ അയ്യോ വേണ്ടായേ, ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിപ്പോവരുത്. നഭേതവ്യം കാളകൂടാത്, ഈ കാളകൂടത്തിൽ നിന്ന് ഇത്രയൊക്കെ ദുഷ്ടതകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് തോന്നുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. പേടിച്ചു പോവരുത്, നിർത്തിക്കളയരുത്. പിന്നെന്ത് ചെയ്യുക? വീണ്ടും മഥനം ചെയ്തുകൊണ്ടേയിരിക്കുക, വീണ്ടും ഈ മഥനം തുടരുക. അങ്ങനെ തുടരുമ്പോഴോ പലതരം സിദ്ധികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. പല പല മനോഹരങ്ങളായ വസ്തുക്കളും പുറത്തേക്ക് വരും. എന്തൊക്കെയാ അത്? തപസ് ചെയ്യുമ്പോൾ യോഗശാസ്ത്രം വർണ്ണിക്കുന്നത് പോലെ പലതരത്തിലുള്ള സിദ്ധികൾ നമുക്കുണ്ടാവാൻ തുടങ്ങും. അണിമ, നമ്മുടെ ശരീരത്തെ ചെറുതാക്കാൻ പറ്റുക, വലുതാക്കാൻ പറ്റുക, ഇല്ലേ? യോഗികളൊക്കെ ചെയ്യുന്ന തരം അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ മനുഷ്യ മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നതനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പുറത്തുള്ള ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുക, മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റുക, ശരീരത്തെ ഇവിടെ നിർത്തിയിട്ട് പുറത്തൂടെ സഞ്ചരിക്കാൻ പറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള യോഗികളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടാവും ഈ തപസ് കൂടി വരുമ്പോൾ, വർദ്ധിച്ചു വരുമ്പോൾ. ഈ സിദ്ധികളൊക്കെ ഉണ്ടാവുമ്പോൾ, അണിമ ലഘിമ മുതലായ സിദ്ധികളൊക്കെ ഉണ്ടാവും. പക്ഷേ ലോഭ കാര്യോന, അതിലൊന്നും ലോഭമുണ്ടാവരുത്, ഭ്രമിച്ചു പോവരുത്. അങ്ങനെ തപസ് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ ഗുണഗണങ്ങളുണ്ടല്ലോ, അത്ഭുത സിദ്ധികളുണ്ടല്ലോ, ഈ അത്ഭുത സിദ്ധികളിലൊന്നും കുടുങ്ങി പോവരുതേ. അതിൽ കുടുങ്ങിയാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല, അവിടെ കിടന്നു പോവും. അതുകൊണ്ട് അങ്ങനെയും ഉണ്ടാവരുത്. കാളകൂട വിഷം കണ്ട് പേടിക്കുകയും ചെയ്യരുത്. പിന്നെയോ ലോഭമുണ്ടാക്കുന്ന വസ്തുക്കൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ ഭ്രമിച്ചു പോവുകയും ചെയ്യരുത്. വീണ്ടും മഥനം തുടരുക, വീണ്ടും മഥനം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ നേടാൻ പറ്റുക? ലക്ഷ്യമായിട്ടുള്ള അമൃതത്തെ നേടാൻ പറ്റും. അമൃത് എന്നുള്ള വാക്കിന്, ഈ വാക്ക് ഭാരതത്തില് പല ഭാരതീയ ഇതിഹാസങ്ങളിലാവട്ടെ, പുരാണങ്ങളിലാവട്ടെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലാവട്ടെ പല ഭാഗത്തും പരാമർശമുള്ളൊരു വാക്കാണ് അമൃതം എന്നുള്ളത്, അല്ലേ? മൃത്യോർമ്മ അമൃതം ഗമയ എന്ന് ഉപനിഷത്ത്. അമൃതത്വമാനശുഹു, അമൃതത്വത്തെ സ്വീകരിക്കാറാവട്ടെ. ഇങ്ങനെ ഈ അമൃതം എന്നുള്ള വാക്ക് ഉപനിഷത്തിലൊക്കെ ആയിട്ട് പല ഭാഗത്തും പരാമർശിക്കുന്നുണ്ട്. എന്താ അവിടെയൊക്കെ അമൃതത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം? മരണമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ജനിക്കുന്നവർക്കൊക്കെ മരണം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ജന്മമുള്ള വസ്തുക്കൾക്കൊക്കെ നാശവും ഉണ്ടാവും, അതൊരു ലോക നിയമമാണ്, മരണമുണ്ടാവും. പക്ഷേ അമൃതത്വം എന്നുള്ളതിനെ ഉപനിഷത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ബ്രഹ്മവുമായിട്ടുള്ള ചേർച്ച എന്നാണ്. മോക്ഷം എന്നുള്ളതിനെയാണ് അമൃതത്വം എന്നുള്ളത് കൊണ്ട് ഉപനിഷത്ത് ഉദ്ദേശിച്ചിരിക്കുക. ആ മോക്ഷത്തെ, കൈവല്യത്തെ നേടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് കൈവല്യം നേടുക എന്നുള്ളതാണ്, മോക്ഷം നേടുക എന്നുള്ളത്. പുരുഷാർത്ഥങ്ങൾ 4 എണ്ണാണല്ലോ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മവും അർത്ഥവും കാമവും നേടിയാലും അവസാനത്തെ 4ാമത്തെ പരമപുരുഷാർത്ഥം ഒന്നേ ഉള്ളൂ, അത് മോക്ഷമാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? മോക്ഷം നേടുക എന്നുള്ളതായിരിക്കണം. മോക്ഷം എന്നുള്ളതിന് എന്താ അർത്ഥം? എന്താണ് മോക്ഷം എന്ന അവസ്ഥ? മോക്ഷം എന്നുള്ളത് വാക്കിന്റെ അർത്ഥം മോചനം എന്നാണ്, അല്ലെ? രക്ഷപ്പെടൽ എന്നാണ്. എന്തിൽ നിന്നാ രക്ഷപ്പെടേണ്ടത്? മനുഷ്യ ജീവിതത്തിലെ നമ്മൾ തുടങ്ങിയത് തന്നെ ദുഃഖങ്ങളുണ്ട്, ഇല്ലേ? നമ്മൾ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് നട്ടം തിരിയുന്നവരാണ് മനുഷ്യർ. ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തെയാണ് മോക്ഷം എന്ന് ഉപനിഷത്ത് വ്യവഹരിച്ചിട്ടുള്ളത്. ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഈ ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ ആയാലോ സുഖമുണ്ടാവും.
എങ്ങനെയുള്ള സുഖം? ശാശ്വതമായ ഒരു സുഖമുണ്ടാവും, ശാശ്വതമായ നിലനിൽക്കുന്ന സുഖം. നമുക്ക് ചെറിയ ചെറിയ സുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇല്ലേ? നല്ല ഭക്ഷണം കഴിക്കുക സുഖമുണ്ടാക്കും ഇല്ലേ? നല്ല ഭക്ഷണം കഴിക്കുക, പാൽപ്പായസം കൂട്ടി ഊണ് കഴിക്കുക, അല്ലെങ്കിൽ പാലട കൂട്ടി ഊണ് കഴിക്കുക. അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. എത്ര നേരം ഉണ്ടാവും? കുറച്ച് നേരത്തേക്ക്, അടുത്ത വിശപ്പ് വരുന്നത് വരെ മാക്സിമം. അത് കഴിഞ്ഞാലോ വീണ്ടും ദുഃഖമായി. ഈ സുഖത്തിനൊക്കെ കാലാവധിയുണ്ട് ഇല്ലേ? നമുക്കൊരു പുതിയ ഡ്രസ്സ് കിട്ടി, സുഖമുണ്ടായി, സന്തോഷമുണ്ടായി. എത്ര സമയം? ആ ഡ്രസ്സ് ആദ്യത്തെ തവണ ഇടുന്നത് വരെ. അത് കഴിഞ്ഞാൽ ആ സുഖം കഴിഞ്ഞു. ഇങ്ങനെ നമുക്കുണ്ടാവുന്ന സുഖങ്ങൾക്കൊക്കെ അവധിയുണ്ട്. അവധിയില്ലാത്ത സുഖമാണ് മോക്ഷത്തിൻ്റെ സ്വരൂപം. അവധിയില്ലാത്ത സുഖം, പരമാനന്ദം എന്നാണല്ലോ അതിനെ വ്യവഹരിക്കുക ഇല്ലേ? പരമാനന്ദം, ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണം തന്നെ സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണ്. ആനന്ദ സ്വരൂപമാണ്. അതിനൊരു പരിധിയില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ആ സുഖം ഇല്ലാതെയാവും, അങ്ങനെയില്ല. ആ ബ്രഹ്മത്തെ ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ ദുഃഖമേ ഇല്ല. അങ്ങനെയുള്ള ആനന്ദമാണ് മോക്ഷത്തിന്റെ ലക്ഷണം. പരമാനന്ദമാണ് മോക്ഷത്തിന്റെ ലക്ഷണം. ആ ആനന്ദത്തെയാണ് അമൃതം എന്ന് ഉപനിഷത്ത് വ്യവഹരിക്കുക. ഈ പരമാനന്ദത്തെയാണ്, ബ്രഹ്മാനന്ദത്തെയാണ് ഉപനിഷത്തുകൾ അമൃതം എന്ന് വ്യവഹരിക്കുന്നത്. ആ അമൃതത്തെ നേടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ അന്ധഃകരണത്തെ മഥനം ചെയ്യുക. അങ്ങനെ മഥനം ചെയ്യുമ്പോൾ കാളകൂട വിഷമുണ്ടാവും, അതിൽ പേടിച്ചു പോവരുത്. പലതരം സുഖങ്ങൾ അതിനിടയ്ക്കുണ്ടാവും, അതിലൊന്നും ഭ്രമിച്ചു പോവരുത്. അങ്ങനെ ഭ്രമിക്കാതെ അവസാനം വരെ പരിശ്രമിക്കുന്നവർക്കാണ് അമൃതത്വം നേടാനാവുക, അമൃതം നേടാനാവുക. ഇതാണ് ഈ അമൃതമഥനം, പാലാഴി മഥനം എന്ന കഥയുടെ സത്ത എന്ന് പറയും. ഇതാണ് പാലാഴി മഥനത്തിന്റെ സത്ത എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ തപസ്സുകൊണ്ട്, ആലോചന കൊണ്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള അന്ധഃകരണത്തിലുള്ള ദൈവീ ഗുണങ്ങളെ വളർത്തുകയും ആസുരീ ഗുണങ്ങളെ തളർത്തുകയും ചെയ്താൽ അമൃതത്വം എന്ന, മോക്ഷം എന്ന, പരമാനന്ദം എന്ന, ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ പല പല തടസ്സങ്ങളും നേരിടും. ഇതൊന്നും അത്ര എളുപ്പമുള്ള വഴിയല്ല. കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണല്ലേ? നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, തപസ് ചെയ്യുക, അപ്പോൾ ഉള്ളിലുള്ള ആസുര ഗുണങ്ങളൊക്കെ പുറത്തേക്ക് പോവും, ദൈവീ ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു വരും. അപ്പോൾ പരമാനന്ദം എന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റും, അമൃതം പാനം ചെയ്യാൻ പറ്റും. കേൾക്കുമ്പോൾ എളുപ്പം എന്ന് തോന്നാം, പക്ഷേ ഇതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അത് ദേവന്മാർക്കും അസുരന്മാർക്കും ഈ കടമ്പകൾ ധാരാളം കടക്കേണ്ടതായി വന്നു. എന്തൊക്കെയാണ്? അതിന് ആദ്യത്തെ കടമ്പ എന്തായിരുന്നു? പാലാഴി മഥനത്തിന് കടകോലായിട്ട് വേണ്ടത് മന്ദരപർവ്വതമാണ്. വലിയൊരു സമുദ്രത്തെ മുഴുവനാണല്ലോ കടയാൻ പോവുക. അതിനെന്തു വേണം? വലിയ കടക്കോല് വേണം. വലിയ കടക്കോല് കിട്ടാൻ എന്താ വഴി? മന്ദരപർവ്വതത്തിനെയാണ് കടകോലായി സ്വീകരിക്കേണ്ടത്. അപ്പോൾ മന്ദരപർവ്വതത്തെ ആദ്യം ഇവിടെ എത്തിക്കണം. അത്ര എളുപ്പമുള്ള പണിയല്ല. ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി മഹാബലിയുടെയും ദേവേന്ദ്രന്റെയും ഒക്കെ നേതൃത്വത്തിൽ മന്ദരപർവ്വതത്തിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാരം കൊണ്ട് കുറച്ചു ദൂരം വന്നപ്പോഴേക്കും എല്ലാവരും താഴെ വീഴാൻ തുടങ്ങി. ഈ മന്ദരപർവ്വതം അവരുടെ മുകളിലേക്ക് വീണു. അങ്ങനെ ഈ അസുരന്മാരും ദേവന്മാരും ഒക്കെ അതിനടിയിൽപ്പെട്ട് പൊടിഞ്ഞ് ചതഞ്ഞുപോയി. ചൂർണയാമാസ മഹതാ ഭാരേണ കനകാചല. ആ കനകാചലം, ആ സുവർണ പർവ്വതത്തിന്റെ ഭാരം കൊണ്ട് അത് വീണിട്ട് അസുരന്മാരും ദേവന്മാരും ഒക്കെ അടിയിൽപ്പെട്ട് ചതഞ്ഞുപോയി. അപ്പോ എന്ത് ചെയ്തു? ആദ്യം ബ്രഹ്മാവ് പറഞ്ഞത് ഓർക്കണം, ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, മഹാദേവരായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് ശരണം വ്രജാമ, ശരണം പ്രാപിക്കുക.
അതേ വഴിയുള്ളൂ. ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ വന്നു. അവിടെ വന്നിട്ട് ഗിരിപാത വിനിഷ്പിഷ്ടാൻ വിലോക്യാമരദാനവാൻ, ഭഗവാൻ ആ പർവ്വതത്തിന് അടിയിൽ പെട്ടുപോയ ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ ഒന്ന് നോക്കിയതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ നോട്ടം തന്നെ അമൃതത്വത്തോട് കൂടിയതാണ്. അമൃതിന് തുല്യമായ നോട്ടമാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് ആ കടാക്ഷം ഒന്ന് ഏക്കണമെങ്കിൽ തന്നെ വലിയ ഭാഗ്യം വേണം. ഭഗവാന്റെ ആ കടാക്ഷം ഒന്ന് കിട്ടിയാൽ തന്നെ അമരത്വം പ്രാപിക്കാം. അങ്ങനെ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ഈ ക്ഷയാജീവയാമാസ, ഭഗവാന്റെ ആ നോട്ടം കൊണ്ട് അദ്ദേഹം ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ ജീവിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഗിരിം ചാരോപ്യ, വളരെ തമാശ പോലെ ഒരു കൈ കൊണ്ട് അദ്ദേഹം ആ പർവ്വതത്തെ പൊക്കിയെടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് പാൽക്കടലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ പർവ്വതത്തെ അതിന് നടുക്ക് കൊണ്ടുവച്ചു. അസുരന്മാരും ദേവന്മാരും എല്ലാവരും കൂടി പിന്നാലെ വന്നിട്ടോ പർവ്വതത്തെ താഴെ ഇറക്കി വെച്ചു. ഗരുഡൻ അവിടുന്ന് പോയി. അടുത്ത കടമ്പ എന്താണ്? ഇതിനു വേണ്ടി വലിയ ഒരു കയറ് വേണം. അതിനെന്താ വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു. വാസുകിയെ വേണം കയറാക്കി തീർക്കാൻ എന്ന് പറഞ്ഞു. വാസുകി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാന്റെ മഹാദേവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണമാണ് വാസുകി. ആ വാസുകിയെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരണം വേണ്ടേ? അതിനെന്ത് ചെയ്തു? ദേവന്മാരും അസുരന്മാരും എല്ലാവരും കൂടി മഹാദേവരുടെ അടുത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് വാസുകിയെ ക്ഷണിക്കുകയാണ്. അങ്ങനെ വെറുതെ ക്ഷണിച്ചാൽ വരുമോ? വരില്ല. പിന്നെ എങ്ങനെയാ ക്ഷണിച്ചത്? ഫലഭാഗേന, ഒരു ഫലം വാസുകിക്കും കൊടുക്കാം എന്ന് വാക്കുകൊടുത്തു. അമൃത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം വാസുകിക്കും തരാം എന്നൊരു കരാറ് വെച്ചിട്ടാണ് വാസുകിയെ ക്ഷണിക്കുന്നത്. അങ്ങനെ വാസുകിയെ കൊണ്ടുവന്ന് വാസുകി ഈ മന്ദരപർവ്വതത്തെ ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നീണ്ടു കിടന്നു. അപ്പോഴാണ് അടുത്ത തർക്കം. തലയുടെ ഭാഗത്ത് ആര് നിൽക്കും? ദേവന്മാരാദ്യം തലയുടെ ഭാഗത്ത് വന്ന് നിന്നു. അവർ തലയെടുത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അസുരന്മാർ പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾക്ക് ഈ നാണക്കേടൊന്നും വയ്യ, പാമ്പിൻ്റെ വാല് പിടിച്ചു എന്നുള്ള നാണക്കേടൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തല തന്നെ വേണം. അപ്പോൾ വീണ്ടും ദേവന്മാര് ഭഗവാനെ നോക്കി. ഭഗവാൻ കണ്ണുകൊണ്ട് കാണിച്ചു, വേണ്ട ഇപ്പുറത്ത് വന്ന് നിന്നോളൂ, അതായിരിക്കും നല്ലതെന്ന് ഭഗവാൻ അറിയാലോ. അങ്ങനെ ദേവന്മാര് വാലിൻ്റെ ഭാഗത്തും അസുരന്മാര് തലയുടെ ഭാഗത്തും നിന്നിട്ട് പർവ്വതത്തെ കടയാൻ തുടങ്ങി. മന്ദര പർവ്വതത്തെ കടകോലാക്കിക്കൊണ്ട് ഈ കടലിനെ, ക്ഷീരസാഗരത്തെ കടയാൻ തുടങ്ങി. അങ്ങനെ കടയാൻ തുടങ്ങിയ സമയത്ത് രണ്ടുപേരും വലിയ ഉത്സാഹത്തോടു കൂടിയാണ് കടയാൻ തുടങ്ങുന്നത്. മമന്ധു പരമായത്ത, രണ്ടുപേരും വലിയ ഉത്സാഹത്തോടെ കടയാൻ തുടങ്ങി. കാരണം അമൃത് കിട്ടണം എന്നുള്ള ലക്ഷ്യം അവരുടെ മുമ്പിലുണ്ട്, ഇല്ലേ? അമൃത് നേടണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി ആദ്യം തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കൊരു ഉത്സാഹം ഉണ്ടാവും, ഇല്ലേ? പരീക്ഷയ്ക്ക് പഠിക്കണം, ആദ്യത്തെ ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, ടൈം ടേബിൾ ഉണ്ടാക്കി ആദ്യത്തെ ദിവസം ഇത്ര ചാപ്റ്റർ നമ്മൾ തീർക്കും എന്നൊക്കെ ആദ്യം ഉത്സാഹം ഉണ്ടാവും. ആദ്യത്തെ ദിവസം നമ്മൾ വിചാരിച്ചതിൻ്റെ പകുതി പോലും എത്തില്ല, അപ്പോഴേക്കും മടി വന്നു തുടങ്ങി. എന്നാൽ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് TV കണ്ടിട്ട് വന്നിട്ട് പഠിക്കാം, ഇനി നാളെ സമയമുണ്ടല്ലോ, പരീക്ഷ തുടങ്ങുന്നവരെ ഒരാഴ്ച സമയമുണ്ട്, അപ്പോൾ ടൈം ടേബിൾ നമുക്കൊന്ന് പരിഷ്കരിക്കാം. അങ്ങനെ പരിഷ്കരിച്ചു. അങ്ങനെ പരിഷ്കരിച്ച് പരീക്ഷയുടെ 1 മണിക്കൂർ മുമ്പ് വരെ ടൈം ടേബിൾ പരിഷ്കരിക്കും, ഫലത്തിലൊന്നും തീരെയില്ല. അങ്ങനെ അസുരന്മാരും ദേവന്മാരും ഒക്കെ വലിയ ഉത്സാഹത്തോടു കൂടി ഈ ക്ഷീരസാഗരത്തെ കടയാൻ തുടങ്ങി. മധ്യമാനേർണവേ സോദ്രിഹി അനാധാരോഹ്യപോവിശത്. അപ്പോഴാണ് അടുത്ത ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഈ മന്ദരപർവ്വതം അനാധാരഃ, സമുദ്രത്തിന്റെ അടിയിൽ വരെ എത്തി നിൽക്കുന്നൊന്നുമില്ല പർവ്വതം, അല്ലേ? സമുദ്രം വലിയ ആഴമുള്ളതാണ്, ഈ പർവ്വതം അങ്ങ് താഴെ വരെ എത്തിയിട്ടില്ല. അനാധാരഃ, അതിന് ആധാരമില്ല. ആധാരമില്ലാത്തത് കൊണ്ട് അപോവിശത്ത്, അത് വെള്ളത്തിന്റെ താഴേക്ക് താന്നു പോകാൻ തുടങ്ങി. അപഹ ആവിശത്ത്, വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി. അവിശത്ത്, വെള്ളത്തിലേക്ക് താന്നുപോയി. അടുത്ത ബുദ്ധിമുട്ടായി. ധ്രിയമാണോപി ബലിഭിർഗൗരവാത് പാണ്ഡുനന്ദന. മഹാബലി എന്നാണ് അസുര ചക്രവർത്തിയുടെ പേര് തന്നെ, ഇല്ലേ? അദ്ദേഹം ബലിയാണ്, ബലമുള്ളവനാണ്, വലിയ ശക്തിയുള്ളവനാണ്. അദ്ദേഹവും ദേവന്മാരും ഒക്കെ കൂടി പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും ആ പർവ്വതം നിൽക്കുന്നില്ല, താന്നു പോവാണ്. അത്രയ്ക്ക് ഭാരമുണ്ട് ആ പർവ്വതത്തിന്, അത് താന്നു പോകുന്നു. അങ്ങനെ പോവാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ദേവന്മാരും അസുരന്മാരും ആ ഭഗവാനെ തന്നെ
ശരണം പ്രാപിച്ചു. നോക്കൂ, ഈ അമൃതമഥനത്തിൻ്റെ തുടക്കം മുതൽ ഓരോ സമയത്തും ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും ഇവരൊക്കെ ആരെയാണ് ശരണം പ്രാപിക്കുക? ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അതേ നമുക്കും വഴിയുള്ളൂ, നമുക്കും അതേ വഴിയുള്ളൂ. നമുക്ക് നമ്മളെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരം വന്നു തുടങ്ങിയാൽ, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്കിതിനൊക്കെയുള്ള പാണ്ഡിത്യമുണ്ട് എന്നുള്ള അഹങ്കാരം എപ്പോൾ വന്നു തുടങ്ങുന്നോ അപ്പം മുതൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങും. എന്തിനാ അത്? നമ്മുടെ ഈ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ്. ഈ അഹങ്കാരത്തോട് കൂടിയിട്ട് നമുക്ക് അമൃതത്തെ പാനം ചെയ്യാൻ സാധിക്കില്ല, പരമാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ അഹങ്കാരം ഇല്ലാതെ ആവണം. ഈ അഹങ്കാരം ഇല്ലാതെ ആവാനാണ് ഓരോ ബുദ്ധിമുട്ടുകളും ഭഗവാൻ വെച്ച് തരിക. അങ്ങനെ വെച്ച് തരുമ്പോൾ എന്താ ചെയ്യണ്ടേ? അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിക്കുക. വേറെ വഴിയില്ലല്ലോ, നമ്മുടെ മുമ്പിൽ എന്താ വേറൊരു വഴി? അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിക്കുക. വീണ്ടും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിനൊരു കാരണം ഉണ്ടായി. എന്താണ് കാരണം? വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ. ഈ അമൃതമഥനം ചെയ്യുന്നതിന് മുമ്പ് വിഘ്നേശ്വര വിധി ചെയ്തിരുന്നില്ല. അതാണ് ഇതിന് കാരണം. ഭാരതീയ സംസ്കാരം അനുസരിച്ച്, നമ്മളുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഏതൊരു കർമ്മം ചെയ്യുന്നതിന് മുമ്പും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക, വിഘ്നങ്ങൾ ഒഴിവാവാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക, ഗണപതി എന്ന ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സംസ്കാരമാണ്, ഇല്ലേ? അതില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേര് തന്നെ വിഘ്നേശൻ എന്ന് കൊടുത്തത്. വിഘ്നങ്ങളുടെ പതിയാണ്, ഇല്ലേ? തടസ്സങ്ങളുടെ പതിയാണ് അദ്ദേഹം. ഈ തടസ്സങ്ങൾ ഒഴിവാവാൻ എന്ത് ചെയ്യണം? വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. ഏതൊരു കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ആരംഭിക്കാൻ. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലോ അടിക്കടി തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അടിക്കടി തടസ്സങ്ങൾ ഉണ്ടാവും. അത് ഇതിന്റെ നിദാനമാണല്ലോ, കാണുന്നുണ്ടല്ലോ. ഉദാഹരണമായിട്ട് ദേവന്മാരും അസുരന്മാരും അമൃത് കടയാൻ തുടങ്ങി. അത് തുടക്കം മുതൽ അവർക്ക് വിഘ്നങ്ങളാണ്, മുഴുവൻ തടസ്സങ്ങളാണ്. പർവ്വതം പൊക്കിക്കൊണ്ടുവരാൻ നോക്കി, അതിന് തടസ്സം. വാസുകിയെ കൊണ്ടുവരാൻ നോക്കി, അതിന് തടസ്സം. അത് കഴിഞ്ഞ് കടയാൻ തുടങ്ങി, അപ്പോൾ ഇതാ പർവ്വതം താന്നു പോകുന്നു, അതിന് തടസ്സം, ഇല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുകയാണ് തുടക്കം മുതലേ മുഴുവൻ തടസ്സങ്ങളാണല്ലോ. എന്താണെനിക്ക് ഇതിന് കാരണം? അതിന് കാരണം മറ്റൊന്നല്ല, വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ. വിഘ്നേശ വിധി അനുഷ്ഠിക്കണം, അതാണ് അതിന് കാരണം. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് അടുത്ത വഴി നോക്കുക. അടുത്ത വഴി എന്താ? ദുരന്ത വീര്യോ അവിദധാഭിസന്ധി കൃത്വാ വപു കാച്ഛപമത്ഭുതം മഹത്ത്. അദ്ദേഹം, ഭഗവാൻ എന്ത് ചെയ്തു? കൃത്വാ വപുഹു, അദ്ദേഹം ഒരു ശരീരം സ്വീകരിച്ചു. എങ്ങനെയുള്ള ശരീരം? കാച്ഛപം അദ്ഭുതം മഹത്ത്. കാച്ഛപം ശരീരം കൃത്വാ, കാച്ഛപമായ ശരീരത്തെ സ്വീകരിച്ചു. ഒരാമയുടെ ശരീരത്തെ സ്വീകരിച്ചു. എന്തിനാണ് ആമയുടെ ശരീരം? ആമയുടെ പുറത്തെ തോടിന് നല്ല കട്ടിയുണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഈ മന്ദരപർവ്വതം ഇതിൻ്റെ പുറത്തിരുന്ന് തിരിയാനുള്ളതാണ്. അങ്ങനെ തിരിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ആമയുടെ സ്വരൂപം സ്വീകരിച്ചു. അങ്ങനെ സാധാരണ ആമയല്ല, മഹത്ത്, വലിയ ആമയാണ്. ഈ മന്ദരപർവ്വതത്തെ മുഴുവൻ കൊള്ളുന്നത്ര വലിപ്പത്തിലുള്ള ഒരാമ. അങ്ങനെയുള്ള ആമയെ സ്വരൂപം സ്വീകരിച്ചു. പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര, വെള്ളത്തിലേക്ക് പ്രവേശിച്ച് ഈ മന്ദരപർവ്വതത്തെ പൊക്കി നിർത്തി. ഈ ആമയുടെ പുറത്ത് പൊക്കി അവിടെ നിർത്തി. അതിന് പരിഹാരം ഭഗവാൻ ഉണ്ടാക്കി. എന്തൊരു അത്ഭുത കൃത്യം! ഇത് കണ്ടിട്ട് ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട സകലരും അത്ഭുതപ്പെട്ടുപോയി. കാരണം ആരെ കൊണ്ട് സാധിക്കും ഇങ്ങനെയൊക്കെ അത്ഭുത പ്രവൃത്തി ചെയ്യാൻ? തമുദ്ധിതം വീക്ഷ്യ കുലാചലം പുനഃ. അപ്പൊ വീണ്ടും പർവ്വതം പൊങ്ങി വന്നത് കണ്ടിട്ട് അസുരന്മാര് വീണ്ടും മന്ഥനം ചെയ്യാൻ തുടങ്ങി. നിർമഥിതും സമുദ്ധിതാഹ, വീണ്ടും മഥനം ചെയ്യാൻ തുടങ്ങി. ഭഗവാനാണെങ്കിലോ ലക്ഷയോജന പ്രസ്താരിണ പൃഷ്ഠേന, ലക്ഷയോജന വിസ്തീർണമുള്ള തൻ്റെ പുറം കൊണ്ട് ഈ പർവ്വതത്തെ പൊക്കി നിർത്തി ഒരു ദ്വീപ് പോലെ
ആ പർവ്വതത്തെ തൻ്റെ മുകളിൽ വഹിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കാൻ തുടങ്ങി. അപ്പൊ ഈ പർവ്വതം ഭഗവാന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞപ്പോഴോ സുരാസുരേന്ദ്രയർ ഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിമംഗപൃഷ്ഠതഃ ബിഭ്രത്തദാവർത്തനമാദികച്ഛപോ മേനേംഗകണ്ഡൂയനമപ്രമേയഃ. അതിന്റെ അത്ഭുതം നോക്കൂ. ഈ പർവ്വതം ഈ ആമയുടെ പുറത്ത് ഇങ്ങനെ നിന്ന് ചുറ്റിത്തിരിയാണ്, അല്ലേ, ഭ്രമണം ചെയ്യാണ്. അങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ നമുക്കൊക്കെ നമ്മളുടെ ദേഹത്ത് കുറച്ച് എന്തെങ്കിലും ഒരു കല്ലിട്ട് ഉരച്ചാൽ പോലും വേദന എടുക്കും. അങ്ങനെ ഈ പർവ്വതം മുഴുവൻ ഭഗവാന്റെ പുറത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഭഗവാന് വേദന എടുത്തോ? ഒരു തരി വേദന എടുത്തില്ല എന്ന് മാത്രമല്ല, മേനെ അംഗകണ്ഡൂയനമപ്രമേയ, അതൊരു ചൊറിച്ചിൽ പോലെ സുഖമായി തീർന്നു. പുറം ചൊറിയുമ്പോൾ അത് ചൊറിയാന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണല്ലോ. അതേപോലെ ഈ ആമയുടെ പുറത്ത് ഈ പർവ്വതം നിന്ന് തിരിഞ്ഞത് ഒരു ചൊറിച്ചിൽ പോലെ സുഖമായി തീർന്നു ഭഗവാന്. അങ്ങനെ ഉള്ള ഒരു അത്ഭുത പ്രവൃത്തി ഭഗവാൻ അനുഷ്ഠിച്ചു. അങ്ങനെ വീണ്ടും പർവ്വതത്തെ കൊണ്ട് ഈ മന്ദര പർവ്വതം കൊണ്ട് പാലാഴിയെ കടയാൻ തുടങ്ങി. വീണ്ടും വീണ്ടും കടയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ ആവേശമൊക്കെ കുറഞ്ഞു. തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന ആവേശം ഇല്ലാതെയായി ദേവന്മാർക്കും അസുരന്മാർക്കും. കാരണം ഇത്രയും നേരം കടഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല, മുഴുവൻ തടസ്സങ്ങളാണ്, ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഭഗവാൻ പറഞ്ഞത് എന്താ? കുറച്ചു നേരം കടയുമ്പോൾ അതിൽ നിന്ന് വിഷമുണ്ടാവും, പിന്നെയും കടയുമ്പോൾ അതിൽ നിന്ന് ദിവ്യവസ്തുക്കളൊക്കെ ഉണ്ടാവും. നോക്കിയിട്ട് ദിവ്യവസ്തു എന്നല്ല, ഒന്നും ഉണ്ടാവുന്നില്ല, കടയുന്നത് മാത്രം മിച്ചം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ക്ഷീണിക്കാൻ തുടങ്ങി. അസുരന്മാരും ദേവന്മാരും ക്ഷീണിച്ചു തുടങ്ങി. അങ്ങനെ ക്ഷീണിച്ചു തുടങ്ങിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തഥാസുരാനാവിശദാസുരേണ രൂപേണ തേഷാം ബലവീര്യമീരയൻ. ഭഗവാൻ അസുരന്മാരുടെ രൂപത്തിൽ അവരുടെ ദേഹത്തും ദേവന്മാരുടെ രൂപത്തിൽ ദേവന്മാരിലും ഈരയൻ, ബലവീര്യം ഈരയൻ, അവിടെ പ്രവർത്തിപ്പിക്കുന്നവനായി ബലവീര്യങ്ങളെ കൊടുത്തു. ദേവന്മാരുടെ രൂപത്തിലും അസുരന്മാരിൽ അസുരന്മാരുടെ രൂപത്തിലും പ്രവേശിച്ച് ബലവും വീര്യവും ഒക്കെ കൂടുതലാക്കി കൊടുത്തു. എന്നിട്ടോ ഈ വാസുകിയുടെ ദേഹത്ത് പ്രവേശിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ വാസുകിയും ക്ഷീണിക്കാൻ തുടങ്ങി. വാസുകിയുടെ ദേഹത്ത് ഏത് രൂപത്തിലാണ്? അബോധരൂപ, നിദ്രാരൂപത്തിൽ വാസുകിയുടെ ദേഹത്ത്, താമസ സ്വരൂപനായ വാസുകിയിൽ നിദ്രാരൂപത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, എന്തൊരു മഹത്തായ ഒരു അത്ഭുത പ്രവൃത്തിയാ നോക്കൂ. ദേവന്മാരിലും ഭഗവാൻ തന്നെ, അസുരന്മാരിലും ഭഗവാൻ തന്നെ, അതിനെ കടയാൻ ഉപയോഗിച്ച വാസുകിയിലും ഭഗവാൻ തന്നെ, അതിന് ഉപയോഗിച്ച മന്ദര പർവ്വതത്തിലും ഭഗവാൻ തന്നെ, അതിനെ താങ്ങി നിർത്തുന്ന അതിൻ്റെ അടിയിൽ നിൽക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ താഴെയും മുകളിലും ചുറ്റും എന്ന് വേണ്ട സർവത്ര ഭഗവാന്റെ അംശമാണ് കാണാൻ കിട്ടുക. ഇതല്ലേ ബ്രഹ്മാവ് ആദ്യം ദേവന്മാരോട് പറഞ്ഞത്? ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, മഹാദേവരാവട്ടെ, വൃക്ഷങ്ങളാവട്ടെ, ജീവജാലങ്ങളാവട്ടെ, സർവ്വതും അദ്ദേഹത്തിൻ്റെ അംശങ്ങളാണ്. അത് പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുത്തു ഭഗവാൻ. ഇങ്ങനെ എല്ലാവരിലും പ്രവേശിച്ചിട്ട് അദ്ദേഹം ഇവരെയൊക്കെ പ്രവർത്തിപ്പിച്ചു, ഇവരെയൊക്കെ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും ഇദ്ദേഹം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഈ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം, കൂർത്തിരിക്കുന്ന മുകൾ ഭാഗം ആടാൻ തുടങ്ങി, ഇല്ലേ? കടയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ കടകോലിൻ്റെ മുകൾ ഭാഗം കിടന്നിങ്ങനെ അടിക്കും. അങ്ങനെ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം കിടന്നിങ്ങനെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലും പിടിച്ചു. നോക്കും, മുകളിൽ ഭഗവാന്റെ കൈയാണ്, താഴെ ഭഗവാനാണ് താങ്ങി നിർത്തുക, ചുറ്റും ഭഗവാനാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് വേണ്ട സർവത്ര ഭഗവാന്റെ അംശങ്ങളാണ് കാണുക. ഈ അത്ഭുത പ്രവൃത്തിയൊക്കെ കണ്ട് എല്ലാ ദിക്പാലന്മാരും മഹാദേവരും ബ്രഹ്മാവും ഒക്കെ ആകാശത്ത് നിരന്നു. അവരെല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉപര്യധശ്ചാത്മനി ഗോത്രനേത്രയോ, മുകളിലും താഴെയും ആത്മനി തൻ്റെ തന്നെ ഉള്ളിലും ഗോത്രനേത്രയോ, പർവ്വതത്തിലും വാസുകിയിലും പരേണതേ പ്രാവിശതാ സമേധിതാ, തൻ്റെ തന്നെ അംശത്തെ എല്ലാത്തിലും പ്രവേശിപ്പിച്ചിട്ട് മമന്ധുരബ്ധിം തരസാമദോത്കട, ആ പാലാഴിയെ കടയാൻ തുടങ്ങി. അങ്ങനെ കടയാൻ തുടങ്ങിയപ്പോഴേക്ക് സമുദ്രം വല്ലാതെ
ക്ഷോഭിക്കാൻ തുടങ്ങി. ഇല്ലേ, കടയുമ്പോൾ തൈര് വല്ലാതെ ഇളകാൻ തുടങ്ങുന്നത് പോലെ ഈ പാൽക്കടൽ മുഴുവൻ ഇളകി മറിയാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് ശക്തിയിലാണ്. രണ്ടു വശത്തും ഭഗവാൻ തന്നെ, മുകളിൽ ഭഗവാൻ, താഴെ ഭഗവാൻ, അതിൻ്റെ ഉള്ളിലും ഭഗവാൻ. ഇങ്ങനെ ഭഗവാന്റെ മയമായതോടുകൂടി ഈ പാൽക്കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാവാൻ തുടങ്ങി. അങ്ങനെ പ്രക്ഷുബ്ധമായി തുടങ്ങിയപ്പോഴേക്കും വാസുകിയുടെ കണ്ണുകളൊക്കെ വല്ലാതെ അങ്ങോട്ട് ചൂടുകൊണ്ട് ചുമക്കാൻ തുടങ്ങി വാസുകി. കാരണം അത് ഒരയല്ലേ, ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞാണല്ലോ കടയുന്നത്. വാസുകി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് വന്നപ്പോഴേക്കും ആ വാസുകിയുടെ ശരീരം വല്ലാതെ ചൂടായി. അങ്ങനെ ചൂടായിട്ട് ആ വാസുകിയുടെ കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി, തീ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇങ്ങനെ തീ പുറത്തേക്ക് വന്നപ്പോഴേക്കും അസുരന്മാരൊക്കെ ക്ഷീണിച്ചു തുടങ്ങി. അതിൻ്റെ ചൂടും അതിൻ്റെ വിഷവും ഒക്കെ ഏറ്റിട്ട് അസുരന്മാർക്ക് ക്ഷീണം ഉണ്ടാവാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അമൃതം ഉണ്ടാവുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ സമുദ്രത്തിൽ നിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവസാനം ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് വാലിൻ്റെ ഭാഗവും മറ്റേ കൈ കൊണ്ട് തലഭാഗവും പിടിച്ച് ഭഗവാൻ തന്നെ കടയാൻ തുടങ്ങി. ഇതുവരെ ഭഗവാന്റെ അംശങ്ങളായിരുന്നു ഇവരുടെയൊക്കെ ഉള്ളിലെങ്കിലോ ഇപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ നിന്നുകൊണ്ട് കടയാൻ തുടങ്ങി പാലാഴിയെ. എന്തൊരു അത്ഭുത പ്രവൃത്തിയാ നോക്കൂ. ആ രൂപത്തെ വർണ്ണിക്കുന്നത് തന്നെ എത്ര സുന്ദരമായിട്ടാണ്. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നിഭ്രാജത് വിലുളിത കചസ്രഗ്ധരോ രക്തനേത്രഃ ജൈത്രൈർദോർഭിർജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മധ്നാ പ്രതിഗിരിരിവാശോഭതാധോദ്ധൃതാദ്രിഃ. ആ ഭഗവാൻ കടയുന്നത് കണ്ടാൽ മേഘശ്യാമ, മേഘത്തെ പോലെ ശ്യാമവർണ്ണത്തിലുള്ള ഭഗവാൻ. കനക പരിധിഹി, സ്വർണം പോലെയുള്ള വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. പീതാംബരനാണല്ലോ, സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കർണവിദ്യോത വിദ്യുന്മൂർധ്നി, കർണങ്ങളിലൊക്കെ മിന്നൽ പോലെ ശോഭിക്കുന്ന കുണ്ടലങ്ങളാണ് രണ്ട് ചെവികളിലും. ആ രണ്ട് ചെവികളിലും ഇങ്ങനെ കിടന്ന് ആടുകയാണ് അല്ലേ. കടയുമ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ ആടുന്നു. അപ്പോൾ ഈ രണ്ട് ചെവികളിലുള്ള കുണ്ടലങ്ങൾ ഇങ്ങനെ ആടുന്നു. അത് കണ്ടാൽ മിന്നൽ പോലെ തോന്നുകയാണ്, ആകാശത്ത് മിന്നലുണ്ടാവുന്നത് പോലെ തോന്നുന്നു. മൂർധ്നി ഭ്രാജദ്വിലുളിത കചഃ, ശിരസിലാണെങ്കിലോ ചിന്നിച്ചിതറിയ ഭംഗിയുള്ള കചഃ, തലമുടി. കുറേ നേരം ഭഗവാൻ ഇങ്ങനെ കടയാൻ തുടങ്ങിയപ്പോഴേക്ക് തലമുടിയുടെ കെട്ടൊക്കെ അഴിഞ്ഞ് തലമുടി ഇങ്ങനെ ആടുന്നു. അങ്ങനെ ആടുന്ന തലമുടിയോടുകൂടി ശ്രദ്ധരോ, മാല ധരിച്ചിട്ടുണ്ട്. രക്തനേത്ര, അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ചുമന്ന് കലങ്ങാൻ തുടങ്ങി ക്ഷീണിച്ചിട്ട്. ഇല്ലേ, കടയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. കണ്ണുകളൊക്കെ ചുമന്ന് കലങ്ങാൻ തുടങ്ങി. ഇങ്ങനെ മനോഹരമായ സ്വരൂപത്തോടുകൂടി ഒരു കൈകൊണ്ട് ആ ഇതിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്നു, മന്ദരപർവ്വതത്തിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്നു. അടിയിൽ കൂർമ്മ രൂപത്തിൽ അതിനെ താങ്ങി നിർത്തുന്നു. രണ്ട് കൈകൊണ്ടും വാസുകിയെ പിടിച്ചുകൊണ്ട് ഈ പർവ്വതത്തെ കടഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ട് തലമുടിയുടെ കെട്ടഴിഞ്ഞുലഞ്ഞ് മേഘശ്യാമ, കറുത്ത നിറത്തിൽ, പിന്നെ സ്വർണ്ണവർണ്ണത്തിലുള്ള വസ്ത്രങ്ങളോടുകൂടി ആഭരണങ്ങളോടുകൂടി ഇളകിക്കൊണ്ട് ഭഗവാൻ കടയുന്നത് കണ്ടാൽ തന്നെ എത്ര മനോഹരമായ സ്വരൂപം. ആ സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കടയുന്നു. ഇങ്ങനെ കടയാൻ തുടങ്ങിയപ്പോഴേക്ക് അടിയിലുള്ള ആ സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള ജീവജാലങ്ങളൊക്കെ വല്ലാതെ പേടിച്ചു. അവരൊക്കെ പേടിച്ചരണ്ടു തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഹാലാഹലം, കാളകൂടം എന്ന വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പുറത്തേക്ക് വരാൻ പോകുന്നത് ഒരു വിഷമായിരിക്കും. ന ഭേതവ്യം, പേടിച്ചു പോകരുതേ എന്ന് പറഞ്ഞു ഇല്ലേ. അങ്ങനെ വിഷം പുറത്തേക്ക് വന്നു. ആ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് പ്രപഞ്ചം മുഴുവൻ, അഷ്ടദിക്കുകളും മുകളിലും താഴെയും എന്ന് വേണ്ട സർവ്വസ്ഥലത്തും ഈ വിഷം വ്യാപരിച്ചു. എല്ലാ പ്രജകളും ഭയപ്പെട്ടു. ദേവന്മാരും അസുരന്മാരും പ്രജകളും ഒക്കെ ഭയപ്പെട്ടു. എന്ത് ചെയ്യണം എന്നറിയാതെ ആയി. ഈ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ വന്നു. അപ്പോൾ വീണ്ടും മഹാവിഷ്ണുവിനെ തന്നെ ആശ്രയിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇതിനൊരു വഴി എന്താ ഉള്ളത്? നിങ്ങൾ മഹാദേവരോട് പ്രാർത്ഥിക്കൂ. ആ മഹാദേവനോട് പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തിനെ ഇത് ഇല്ലാതെ ആക്കാനുള്ള കഴിവുള്ളൂ. അങ്ങനെ ദേവന്മാരും അസുരന്മാരും കൂടി മഹാദേവനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷനായി.
അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദേവന്മാരും അസുരന്മാരും ബ്രഹ്മാവും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ വ്യസനം കണ്ട്, സങ്കടം കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മഹാദേവൻ ആ വിഷത്തെ തൻ്റെ കയ്യിലേക്ക് സ്വീകരിച്ചു. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്ന ആ വിഷം ഭഗവാന്റെ കയ്യിൽ ഒരു നുള്ളേ ഉണ്ടായിരുന്നുള്ളൂ. മഹാദേവന്റെ കയ്യിൽ ഒരു തരി, ഒരു തുള്ളി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ വിഷം. ഭഗവാൻ അറിയാം ഈ വിഷം കുടിച്ചാൽ ഇത് അപകടമാണെന്നും അദ്ദേഹത്തിന് അറിയാം, ഇല്ലേ? പിന്നെയും എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വിഷം കുടിക്കുന്നത്? അങ്ങനെയാണ് മഹാത്മാക്കളുടെ സ്വഭാവം. പ്രപഞ്ചത്തിന് മുഴുവൻ ദോഷം അകറ്റാൻ വേണ്ടി അവർ സ്വയം ദോഷം സഹിക്കാൻ തയ്യാറാണത്രേ. മഹാപുരുഷന്മാരുടെ ലക്ഷണം അതാണ്. മഹാപുരുഷന്മാരെന്ത് ചെയ്യും? അവരെ വിളിക്കുന്നത് നോക്കൂ. ഭാഗവതം വിളിക്കുന്ന പേര് സർവഭൂത സുഹൃദ്ദേവ. സർവഭൂത സുഹൃത്ത് എന്നാണ് വിളിക്കുക. എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ് അദ്ദേഹം. പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് സർവഭൂത സുഹൃത്ത്. അങ്ങനെയുള്ള മഹാദേവൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദോഷത്തെ മാറ്റാൻ തനിക്ക് ദോഷം വന്നാലും കുഴപ്പമില്ല എന്ന സങ്കല്പത്തിൽ അദ്ദേഹം ആ വിഷത്തെ കയ്യിലെടുത്തു. ഭാഗവതത്തിൽ തന്നെ രന്തിദേവൻ എന്നൊരു രാജാവിന്റെ കഥ പറയും. മഹാഭാരതത്തിൽ വർണ്ണിച്ചു പറയുന്നതാണ്. രന്തിദേവന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ മഹാവിഷ്ണു എന്താ വരം വേണ്ടെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ചോദിച്ച വരം എന്തായിരുന്നു? ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവണം, അവരുടെ മുഴുവൻ ദുഃഖം എനിക്ക് തന്നേക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവരെയാണ് സർവഭൂത സുഹൃത്ത് എന്ന് വിളിക്കുക. രന്തിദേവൻ പറഞ്ഞെന്താ? മുഴുവൻ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവണം, അവരുടെ ദുഃഖം മുഴുവൻ എനിക്ക് തന്നാൽ മതി, അവരുടെ മുഴുവൻ ദുഃഖം ഞാൻ അനുഭവിച്ചോളാം, എല്ലാവർക്കും സുഖം കിട്ടണം, ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരെയാണ് സർവഭൂത സുഹൃത്ത് എന്ന് പറയും. ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ കഥ ഇങ്ങനെയാണല്ലോ പറയാം. അദ്ദേഹം എന്തിനാണ് ജനിച്ചത്? ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം ഇല്ലാതെയാക്കാനാണ് യേശു ക്രിസ്തു ജനിച്ചത്. അദ്ദേഹം എന്താ ചെയ്തത്? എല്ലാവരുടെയും ദുഃഖം സ്വയം ഏറ്റെടുത്തു. അങ്ങനെയാണല്ലോ അദ്ദേഹം കുരിശിൽ ഏറിയത്. ഇങ്ങനെയുള്ള ആളുകളെ സർവഭൂത സുഹൃത്ത് എന്നാ വിളിക്കുക. ഇവിടെ മഹാദേവൻ സർവഭൂത സുഹൃത്തായിട്ട് ആ വിഷത്തെ തൻ്റെ കയ്യിലെടുത്തു, അതിനെ ഭക്ഷിച്ചു. എന്നിട്ട് തൻ്റെ അടുത്ത് നിന്ന പാർവതിയോട് പറഞ്ഞു, അല്ലയോ ദേവി, ഇവരുടെ ദുഃഖം നോക്കൂ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദുഃഖം ഇല്ലാതെ ആക്കണമെങ്കിൽ ഞാൻ ഇത് ഇല്ലാതെ ആക്കണം, ഞാൻ ഇത് സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റൂ, അതുകൊണ്ട് ഞാനിത് ചെയ്യുകയാണ്, അങ്ങ് കണ്ടോളൂ എന്ന് പറഞ്ഞ് ആ വിഷത്തെ അദ്ദേഹം വശിച്ചു. അത് കഴുത്ത് വരെ ചെല്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ചിരുന്ന ആ ഹാലാഹലം എന്നുള്ള വിഷം ഭഗവാന്റെ തൊണ്ട വരെ എത്താനേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര തീർത്ഥം കുടിക്കുന്ന പോലെ. നമ്മൾ തീർത്ഥം കുടിക്കുന്ന എത്ര വേണമെന്നാ പറയാറ്? തീർത്ഥം ഉള്ളിലേക്ക് ചെല്ലരുത്, കാരണം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിച്ച് മലമൂത്രങ്ങളായിട്ട് പോവും. അങ്ങനെയൊന്നും പോവരുത്. തീർത്ഥം കുറച്ച് മതി, അത് തൊണ്ട വരെ എത്തിയാൽ മതി എന്നാവും. അതുപോലെ ഈ വിഷം അദ്ദേഹത്തിന്റെ തൊണ്ട വരെ എത്തിയുള്ളൂ, അവിടെ ഉറഞ്ഞുപോയി. അങ്ങനെ നീലകണ്ഠനായി തീർന്നു ആ ഭഗവാൻ. അങ്ങനെ വിഷത്തിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിച്ചു. വീണ്ടും ഭഗവാൻ തന്നെ രണ്ട് കൈകൾ കൊണ്ടും ആ പാലാഴിയെ മഥനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മഥനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് പല പല അത്ഭുതകരങ്ങളായ പദാർത്ഥങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന ഒരു കുതിര, പിന്നെയോ ഐരാവതം എന്ന് പേരുള്ള വെളുത്ത നിറത്തിലുള്ള 4 കൊമ്പുള്ള ഐരാവതം എന്ന ആന, പാരിജാതം എന്ന എന്തു ചോദിച്ചാലും പ്രദാനം ചെയ്യുന്ന പാരിജാതം എന്ന വൃക്ഷം, എന്നിങ്ങനെ പല പല ദിവ്യ വസ്തുക്കളും ഈ പാൽക്കടലിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. വീണ്ടും നേരത്തെ എന്താ പറഞ്ഞത്? ഇതിലൊന്നും ലോഭ കാര്യോന്ന്. ഈ പാലാഴി കടയുമ്പോൾ ഇതിൽ നിന്ന് പല ദിവ്യ വസ്തുക്കളും ഉണ്ടാവും, പക്ഷേ ലോഭ ന കാര്യ, ഇതിലൊന്നും ഭ്രമിച്ചു പോവരുതേ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ദേവന്മാർക്ക് ഭ്രമമുണ്ടായി. ചിലതൊക്കെ ദേവന്മാരെടുത്തു, ചിലതൊക്കെ അസുരന്മാരെടുത്തു. പാരിജാതം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, ഐരാവതത്തെ ദേവേന്ദ്രൻ സ്വീകരിച്ചു. ഇങ്ങനെ ഓരോ ദിവ്യ വസ്തുക്കളെ ഓരോരുത്തരായിട്ട് സ്വീകരിച്ചു. വീണ്ടും ഭഗവാൻ കടഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കടയാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് ആര് വന്നു? തസ്മിന്നന്തരേ വിഷ്ണു സർവോ വായവിധീശ്വര. ഇതിൽ നിന്ന് എന്തുണ്ടായി?
സാക്ഷാൽ ലക്ഷ്മി ദേവി ആ പാലാഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. സാക്ഷാൽ ലക്ഷ്മി ദേവി അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ലോഭഃ ന കാര്യഃ, ഭ്രമിച്ചു പോരുതേ. ഐശ്വര്യം ഉണ്ടാവും. ഭൗതികമായ എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ആര്? ലക്ഷ്മി ദേവി അല്ലേ? ഭൗതികമായ ഐശ്വര്യത്തിൽ ഭ്രമിച്ചു പോയാലോ അമൃതത്വം നേടാനാവില്ല, അമരത്വം കിട്ടില്ല, ആനന്ദത്തെ നേടാനാവില്ല. അതുകൊണ്ട് ഇതിലും ഭ്രമിച്ചു പോരുതേ. പക്ഷേ ആ ദേവിയുടെ രൂപത്തിൽ ദേവന്മാരെന്നല്ല അസുരന്മാരെന്നല്ല ലോകം മുഴുവൻ ഭ്രമിച്ചുപോയി. അങ്ങനെ ലോകം മുഴുവൻ ഭ്രമിച്ചു പോയെങ്കിലും ആ ദേവി സ്വയംവരത്തിനായി തൻ്റെ ഭർത്താവായി ആ മഹാവിഷ്ണുവിനെ തന്നെ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അത് ഈ ലക്ഷ്മി ദേവി നോക്കിയപ്പോ ചില ആളുകൾക്ക് ധർമ്മ ക്വചിത് തത്ര ന ഭൂത സൗഹൃദം ത്യാഗ ക്വചിൽ തത്ര ന മുക്തി കാരണം. ചില ആളുകളിൽ ധർമ്മമുണ്ട്, പക്ഷേ ഭൂത സൗഹൃദമല്ല. നേരത്തെ പറഞ്ഞ പോലെ സർവഭൂത സുഹൃത്ത് എന്നുള്ള ലക്ഷണം ചിലർക്ക് ചേരില്ല. മറ്റു ചിലർക്ക് ത്യാഗ ക്വചിത്, മറ്റു ചിലരെല്ലാം ത്യജിക്കാൻ തയ്യാറാണ്, പക്ഷേ ന മുക്തി കാരണം, അവർക്ക് മുക്തി കാരണമില്ല. വീര്യം നപുംസോ, മറ്റു ചിലർക്ക് പരാക്രമമില്ല. ഇങ്ങനെ ഓരോ ആളുകളിലും ഓരോ കുറവ് കണ്ടു. പല പല ഗുണങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാവും ഇല്ലേ? ഇങ്ങനെ കുറവില്ലാത്തവരായിട്ട് ആരെങ്കിലും ലോകത്തുണ്ടോ? ആരുമില്ല. എല്ലാവർക്കും ഗുണങ്ങളും ഉണ്ടാവും, കുറവുകളും ഉണ്ടാവും. അങ്ങനെ ഗുണങ്ങളും കുറവുകളും ഉള്ള എല്ലാവരെയും ഈ ലക്ഷ്മി നോക്കി. ഇതൊന്നുമില്ലാത്ത, ഇതിൻ്റെ ഒന്നും ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഇതെല്ലാം ഒരേ രൂപത്തിൽ വർത്തിക്കുന്ന ഒറ്റ ഒരാളെ കണ്ടുള്ളൂ ഇല്ലേ? അദ്ദേഹത്തില് ഈ ത്രിഗുണങ്ങളും ഒരേ അവസ്ഥയിലാണ് ഇരിക്കുക. സത്വഗുണത്തിന്റെ ഏറ്റക്കുറച്ചിലില്ല, രജോ ഗുണത്തിന്റെ ഏറ്റക്കുറച്ചിലുകളില്ല, തമോ ഗുണത്തിന്റെ ഏറ്റക്കുറച്ചിലുകളില്ല. സത്വരജസ് തമോ ഗുണങ്ങൾ ഒരേ അളവിലിരിക്കുന്ന ഒരൊറ്റ ആളെ കണ്ടുള്ളൂ, അത് മഹാവിഷ്ണുവിനെയാണ്. അതുകൊണ്ട് ചില ദോഷങ്ങളും ഉണ്ട്. എന്താ അത്? അദ്ദേഹം നിർമ്മമനാണ്, പ്രത്യേകിച്ച് ആരോടും ഒരു താല്പര്യം ഉണ്ടാവില്ല, നിർഗുണനാണ്. എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും ഗുണങ്ങളൊന്നും ഇല്ലാത്തവനെ പോലെയാണ് പെരുമാറുക. ആരോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ട കൂടുതലും ഇല്ല, കുറവുമില്ല. ആരോടും പ്രത്യേകിച്ച് സ്നേഹ കൂടുതലും ഇല്ല, കുറവുമില്ല. ദ്വന്ദ്വങ്ങളൊന്നും ഇല്ലാത്തവനാണ്, ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാത്തവനാണ്. അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിലും ലക്ഷ്മി ദേവി അതിനെ കൂടി ഒരു ഗുണമായിട്ട് കണ്ട് ആ മഹാവിഷ്ണുവിനെ തന്നെ സ്വയംവരം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാറിടത്ത് തന്നെ ഇരിക്കാനുള്ള ഭാഗ്യം ആ ലക്ഷ്മി ദേവിക്കുണ്ടായി. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ സ്വയംവരം കഴിഞ്ഞു. ഇപ്പോഴും ലക്ഷ്യം നേടിയിട്ടില്ല, വീണ്ടും അമൃതമഥനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും മഥനം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പാലാഴിയുടെ ഉള്ളിൽ നിന്ന് അമൃതം കയ്യിലെടുത്തുകൊണ്ട് ധന്വന്തരി എന്ന ഭഗവാന്റെ അംശമായ ഒരു മൂർത്തി ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അമൃത കലശമാണുള്ളത്. അമൃത കലശം കയ്യിലേന്തിക്കൊണ്ട് ധന്വന്തരി എന്ന ഭഗവാന്റെ അംശാവതാരമായിരിക്കുന്ന ഒരു സ്വരൂപം ആ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. അങ്ങനെ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴേക്കും ആ ഭഗവാന്റെ സ്വരൂപം എങ്ങനെയായിരുന്നു? ദീർഘപീവരദോർദണ്ഡ കമ്പുഗ്രീവോരുണേക്ഷണ. ഭഗവാനെ പോലെ തന്നെ ഇരിക്കും. ദീർഘപീവരദോർദണ്ഡ, കൈകളൊക്കെ തടിച്ചിട്ടുണ്ട്. പിന്നെയോ കമ്പുഗ്രീവ, ശംഖിന്റെ പോലെ കഴുത്തോടു കൂടിയവനാണ്. അരുണേക്ഷണ, ചുമന്ന കണ്ണുകളാണ്. ശ്യാമള, കറുത്ത നിറത്തോടു കൂടിയവനാണ്. തരുണ, താരുണ്യത്തോടു കൂടി യൗവനത്തോടു കൂടി ഇരിക്കുന്നവനാണ്. സ്രഗ്വി, സർവാഭരണഭൂഷിത, ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പീതവാസ മഹോരസ്ക, മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്. സുമൃഷ്ടമണികുണ്ടല, രത്നങ്ങളൊക്കെയുള്ള കുണ്ടലം ധരിച്ചിട്ടുണ്ട്. സ്നിഗ്ധ കുഞ്ചിത കേശാന്ത, മിനുപ്പും വളഞ്ഞു കിടക്കുന്നതുമായ കേശാന്ത, മുടികളുണ്ട്, തലമുടികളുണ്ട്. സുഭഗ സിംഹവിക്രമ, അമൃത അപൂർണകലശം ബിഭ്രദ്വലയഭൂഷിത, അമൃതകലശമുണ്ട്, വലയങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ സാക്ഷാത് വിഷ്ണോരംശാംശ സംഭവ, വിഷ്ണുവിൻ്റെ അംശാംശ സംഭവനായ ധന്വന്തരി രിതിഖ്യാത, ധന്വന്തരി എന്ന പേരുള്ള ആയുർവേദ ദൃഗിജ്യഭാക്, ആയുർവേദം എന്ന ദർശനത്തിൻ്റെ ദർശിതാവാണ്, ദ്രഷ്ടാവാണ്.
ദൃഗിജ്യഭാക്കാണ്. എല്ലാ ദർശനങ്ങൾക്കും ഒരു ദ്രഷ്ടാവ് ഉണ്ടാവും ഇല്ലേ? ആ ദർശനങ്ങളുടെ ഉപജ്ഞാതാവായി, ആ ദർശനത്തിൻ്റെ ദ്രഷ്ടാവായി ഒരു ആചാര്യൻ ഉണ്ടാവും. ആയുർവേദം എന്ന ദർശനത്തിൻ്റെ ദ്രഷ്ടാവ്, അതിനെ സൃഷ്ടിച്ചതല്ല, അതിൻ്റെ ദ്രഷ്ടാവായി ധന്വന്തരിരിഖ്യാത, ധന്വന്തരി എന്നു പേരുള്ള അങ്ങയുടെ അംശാംശ സംഭവമായ ഒരു ദേവൻ അമൃത കലശത്തോടുകൂടി ഉയർന്നു വന്നു. വന്ന പാടെ അസുരന്മാരെന്ത് ചെയ്തു? ആ കലശം തട്ടിപ്പറിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ ആ അമൃത കലശത്തെ അപഹരിച്ചുകൊണ്ട് പോയി. വീണ്ടും ഭഗ്ന മനോരഥന്മാരായി ദേവന്മാര്. നോക്കൂ, ലക്ഷ്യം മുമ്പിലെത്തിയതാണ്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അവസാനം ലക്ഷ്യത്തിലെത്തി അമൃത കലശത്തെ മുമ്പിൽ കണ്ടു. അപ്പോൾ ഇതാ വീണ്ടും അടുത്ത തടസ്സം, അത് കൺമുമ്പിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അസുരന്മാര്. അത് തട്ടിക്കൊണ്ടുപോയി, അപഹരിച്ചുകൊണ്ടുപോയി. പിന്നെന്താ ചെയ്യുക? വീണ്ടും ഭഗവാനെ തന്നെ ശരണം വ്രജാമ, ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോഴോ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ വീണ്ടും നമുക്ക് സംശയം തോന്നാം. ഭഗവാനെ അഭയം പ്രാപിച്ചാൽ അദ്ദേഹം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കോ? കാരണം നേരത്തെ ലക്ഷ്മി ദേവിയുടെ അവതാരത്തിൽ തന്നെ പറഞ്ഞു, അദ്ദേഹം എല്ലാ ഭൂതങ്ങളിലും സമദൃഷ്ടിയുള്ളവനാണ് ഇല്ലേ? ആ ഭഗവാൻ ആരോടും ഏറ്റക്കുറച്ചിലുകളില്ല. ആരോടെങ്കിലും പ്രത്യേകിച്ചൊരു സ്നേഹ കൂടുതലോ കുറവോ അദ്ദേഹത്തിനില്ല. അപ്പോൾ ദേവന്മാരോടും അസുരന്മാരോടും ഒരേ വികാരമായിരിക്കുമല്ലോ ഭഗവാന് ഇല്ലേ? എല്ലാ ഭൂതങ്ങളിലും സമദർശനമാണ് അദ്ദേഹത്തിനുള്ളത്, സമദൃക്കാണ്. അപ്പോൾ ദേവന്മാരോട് പ്രത്യേകിച്ചൊരു സ്നേഹം, അസുരന്മാരോട് എന്തെങ്കിലും ഒരു ദേഷ്യം, അങ്ങനെയൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെയുള്ള വിഷ്ണുവിനെ ശരണം പ്രാപിച്ചാൽ അദ്ദേഹം ദേവന്മാർക്ക് പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കുമോ? കൊടുക്കാൻ കാരണമുണ്ട്. എന്താണത്? അദ്ദേഹം സ്ഥിതി എന്ന ധർമ്മത്തെ നിലനിർത്തുന്നയാളാണ്. സ്ഥിതി എന്തിനു വേണ്ടിയിട്ടാണ്? പ്രപഞ്ചത്തെ നിലനിർത്താൻ. പ്രപഞ്ചത്തെ നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? സത്വഗുണം എന്ന ഗുണം ഇവിടെ നിലനിൽക്കണം. സത്വഗുണത്തിൻ്റെ ആധിക്യമുണ്ടെങ്കിലേ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ പ്രപഞ്ചം നാശത്തിലേക്കേ പോവുള്ളൂ. രജോ ഗുണത്തിൻ്റെ ആധിക്യമുണ്ടായാലും തമോ ഗുണത്തിൻ്റെ ആധിക്യമുണ്ടായാലും അത് നാശത്തിലെ അവസാനിക്കൂ. നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? സത്വഗുണത്തിൻ്റെ ആധിക്യം വേണം. അത് ദേവന്മാരിൽ അധികമുള്ളത് കൊണ്ട് അദ്ദേഹം ദേവന്മാർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം എന്ന് സമ്മതിച്ചു. എന്താണത്? അദ്ദേഹം ഒരു സ്ത്രീ രൂപത്തെ സ്വീകരിച്ചു. യോഷിദ്രൂപം അനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം, അത്ഭുതത്തോടു കൂടിയ ഒരു സ്ത്രീ രൂപത്തെ സ്വീകരിച്ചു. എന്താണ് അത്ഭുതം? ആ സ്ത്രീയെ കണ്ടാൽ കാണുന്നവരൊക്കെ ഭ്രമിച്ചു പോകും. പ്രേക്ഷണീയോൽപലശ്യാമം സർവാവയവ സുന്ദരം സമാനകർണാഭരണം സുഖപോലാന്നസാനനം എന്ന് വേണ്ട, കാണുന്നവരൊക്കെ ഭ്രമിച്ചു പോകുന്ന തരത്തിലുള്ള അംഗലാവണ്യത്തോടുകൂടി ചേഷ്ടകളോടുകൂടിയാണ് ആ സ്ത്രീ രൂപം അവതരിച്ചത്. മോഹിപ്പിക്കുന്നത് കൊണ്ട് മോഹിനി എന്ന പേരോടുകൂടിയ രൂപത്തെ ഭഗവാൻ സ്വീകരിച്ചു. ദേവന്മാരും അസുരന്മാരും എന്ന് വേണ്ട പ്രപഞ്ചം മുഴുവൻ ആ രൂപത്തിൽ മോഹിച്ചുപോയി. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ലോഭഹ ന കാര്യഃ, ഭ്രമിച്ചു പോരുതേ. വാണിംഗ് ഉണ്ട് ഇല്ലേ? അങ്ങനെ വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഈ ദേവന്മാരും അസുരന്മാരും ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇവർ ഭ്രമിച്ചു പോയത്? മനുഷ്യനും ഇതേ സ്വഭാവമുണ്ട്. നമുക്കറിയാം ഇതിലൊന്നും ഭ്രമിച്ചു പോവരുത് എന്നറിയാം. അറിയാമെങ്കിലും ഭ്രമിച്ചു പോവുക എന്നുള്ള മനുഷ്യന്റെ സ്വഭാവമാണ് ഇല്ലേ? അറിയാമെങ്കിലും ഭ്രമിച്ചു പോവുക, ഇതൊക്കെ അറിയാം നമുക്ക്. ഈ മഹാഭാരതത്തില് ദുര്യോധനൻ പറയുന്ന ഒരു വാക്യമുണ്ട്. നമ്മളൊക്കെ ഗീതയുടെ ആമുഖത്തിൽ ചോദിക്കുക, അർജുനൻ ചോദിക്കുകയാണ്, ഭഗവാനെ എനിക്കൊരു സംശയമുള്ളത്, അധർമ്മം ചെയ്യരുത് എന്ന് എല്ലാവർക്കും അറിയാം ഇല്ലേ? നമുക്കും അറിയാം. അധർമ്മം ചെയ്യരുത് നമുക്കറിയില്ലേ? ഇല്ലേ? കള്ളം പറയരുത് നമുക്കറിയാം. സത്യം പറയണം നമുക്കറിയാം. കള്ളം ചെയ്യരുത് നമുക്കറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ ചെയ്യും. ആരോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ നമ്മളിത് ചെയ്യും. അതെന്തുകൊണ്ടാണ് ഭഗവാനെ എന്നൊരു ചോദ്യം അർജുനൻ ചോദിക്കുന്നുണ്ട് ഇല്ലേ?
ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എല്ലാവർക്കും എത്രയോ ഭാഗവത സപ്താഹങ്ങൾ കേട്ടിട്ടുണ്ട്, സത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സത്രങ്ങളിലൊക്കെ ആവർത്തിച്ച് പറയുന്ന വിഷയം എന്താണ്? ധർമ്മം അനുഷ്ഠിക്കണം, അധർമ്മം ചെയ്യരുത്, ധർമ്മത്തിൻ്റെ പാതയിലാണ് സഞ്ചരിക്കേണ്ടത്, സത്യം പറയണം, സത്യം ചെയ്യണം, അസത്യം പ്രവർത്തിക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആരോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അധർമ്മത്തിലേക്ക് നമ്മൾ പോവാണ്. ഈ ലോഭം എന്ന സ്വഭാവം മനസ്സിനുണ്ട്. എത്ര പറഞ്ഞ് പഠിപ്പിച്ചാലും അതിങ്ങനെ കൊണ്ടുപോകും നമ്മളെ വലിച്ച്. അതിനുള്ള വഴി എന്താ? വീണ്ടും ഭഗവാനെ തന്നെ ആശ്രയിക്കുക എന്നുള്ളതേ അതിന് വഴിയുള്ളൂ. അതിനൊറ്റ വഴി എന്തേ ഉള്ളൂ? ഭഗവാനെ ആശ്രയിക്കുക. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ മനസ്സ് ത്രിഗുണാത്മകമായതുകൊണ്ട്, ത്രിഗുണങ്ങളോട് കൂടിയതാണ് മനസ്സ്. സത്വഗുണം മാത്രമല്ല അതിലുള്ളത്, രജോ ഗുണവും തമോ ഗുണവും ഉള്ളത് കൊണ്ട് അതിൻ്റെ സ്വഭാവമാണ് നമ്മളെ വലിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുക എന്നുള്ളത് നമ്മളുടെ സ്വഭാവമാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിലോ ഭഗവാൻ തന്നെ വിചാരിക്കണം, ഭഗവാനെ തന്നെ ആശ്രയിക്കണം. അങ്ങനെ വീണ്ടും ദേവന്മാര് ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ മോഹിനി രൂപത്തെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തെ ആകെ ഭ്രമിപ്പിച്ച് ഈ അമൃതത്തെ എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞു. അത് അസുരന്മാരും ദേവന്മാരും ഒക്കെ അംഗീകരിച്ചു. എല്ലാവരും നിരന്നിരുന്നു. ഈ മോഹിനി എല്ലാവരുടെയും പാത്രത്തിൽ അമൃത് വിളമ്പാൻ വന്നിട്ട് ദേവന്മാർക്ക് മാത്രം അമൃത് കൊടുത്തു. മോഹിച്ചു പോയ അസുരന്മാർ ഇത് കണ്ടിട്ട് ചോദിക്കാൻ തോന്നിയില്ല. ആ സുന്ദരിയുടെ സൗന്ദര്യം കണ്ടിട്ട് എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ പോലും മറന്നവരിരുന്നു പോയി. ആലോചിച്ച് നോക്കൂ, ആ ലോഭത്തിൻ്റെ ആ ഒരു ശക്തി ആലോചിച്ച് നോക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം മുഴുവൻ ചെയ്തത്? അമൃത് കിട്ടാൻ വേണ്ടി. ആ അമൃത് ഇപ്പോൾ ഇതാ കൺമുമ്പിലുണ്ട്, അത് കയ്യിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ ഒരു നിമിഷത്തെ ലോഭം കൊണ്ട് അത് മുഴുവൻ ഇതാ ദേവന്മാർ കൊണ്ടുപോവുകയും ചെയ്തു. അത് കണ്ടിട്ടോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ പോലുള്ള ത്രാണിയില്ലാതെ കണ്ടുകൊണ്ടിരിക്കേണ്ടിയും വന്നു. ഇങ്ങനെ ആയിത്തീർന്നു അസുരന്മാര്. അങ്ങനെ ദേവന്മാർ ഈ അമൃതൊക്കെ പാനം ചെയ്തു. അതോടുകൂടി അവർക്ക് നശിച്ചു പോയിരുന്ന ശ്രീത്വം തിരിച്ചു കിട്ടി. നോക്കൂ, ഭഗവാന്റെ ഒരു പ്രവൃത്തി നോക്കൂ. ഒരു ശാപം കൊണ്ട് തീരുന്നതല്ല, അല്ലെങ്കിൽ ഇല്ലാതെയായി പോകുന്നതല്ല ദേവന്മാരുടെ ഐശ്വര്യം. അതുകൊണ്ട് ഇല്ലാതെയായി പോവില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ശ്രീത്വം തിരിച്ചു കിട്ടണമെങ്കിൽ എന്തു വേണം? അമൃത് പാനം ചെയ്യണം. അതെന്തിനാ? അത് നമ്മുടെ കോൺഫിഡൻസിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഈ പ്രയത്നം ചെയ്യണം. ദേവന്മാർക്ക് തങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്, പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അമൃതം കിട്ടിയത് എന്ന് തോന്നിയാലേ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുള്ളൂ. അങ്ങനെ അവർക്ക് അമൃതം കിട്ടിയതോടുകൂടി അവരുടെ നശിച്ചുപോയ ശ്രീത്വം തിരിച്ചു കിട്ടി. അപ്പോൾ അസുരന്മാരുമായിട്ട് വലിയ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ പരാജയപ്പെടുത്തി. എന്തുകൊണ്ടാ? ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തിയതാണ് അമൃതമഥനം എന്ന ഈ കഥ. ഈ കഥയിൽ ഭഗവാന്റെ മാഹാത്മ്യമാണ് വർണ്ണിച്ചത് മുഴുവൻ. ഭാഗവതം കമ്പോട് കമ്പ് ഭഗവാന്റെ മാഹാത്മ്യ വർണ്ണനയാണ്, ഇല്ലേ? ഈ കഥയിലും നോക്കൂ, ഭഗവാന്റെ മാഹാത്മ്യത്തിൻ്റെ വർണ്ണനയാണ്. ഈ അമൃതമഥനത്തിൽ നമ്മൾ കണ്ടു, മുകളിലും താഴെയും അതിൻ്റെ ഉള്ളിലും രണ്ട് വശത്തും ഭഗവാന്റെ തന്നെ മാഹാത്മ്യം. അതുകൊണ്ട് മാത്രമാണ് ദേവന്മാർക്ക് അമൃതത്വം എന്ന പരമാനന്ദം എന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് നമുക്കും നമ്മുടെയൊക്കെ അന്ധഃകരണത്തിലും ഉള്ളിലും ഈ രണ്ടു തരം ശക്തികളും, ദൈവീക ശക്തികളും ആസുരീ ശക്തികളും ഉണ്ട്. ഇത് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ സംഘട്ടനങ്ങളും നടക്കും. എപ്പോഴൊക്കെയാണോ ആസുരീ ശക്തികൾ ഈ ദൈവീ ശക്തികളെ പരാജയപ്പെടുത്തുന്നത്, അപ്പോൾ എന്ത് ചെയ്യുക? ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ചാലോ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ദൈവീ ശക്തികൾ തിരിച്ചെത്തും. നമുക്ക് വീണ്ടും ഈ ദൈവീ ശക്തികൾക്ക് ജയിക്കാൻ പറ്റും. നമുക്ക് അമൃതത്വം എന്ന, പരമാനന്ദം എന്ന, മോക്ഷം എന്ന, ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ ആവുക എന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. തീർച്ചയാണ്. അതിനെന്ത് വേണം? ശരണാഗതി തന്നെയാണ് അതിനുള്ള പോംവഴി. ഭഗവാനെ തന്നെ ആശ്രയിക്കുക. അതുകൊണ്ട് തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും എത്താം. ഭാഗവതം എത്ര കേട്ടാലും മതി വരില്ല എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ? ഇടയ്ക്കിടയ്ക്ക് ഈ ആസുരീ ശക്തികൾ പൊങ്ങി വരുമ്പോൾ
വീണ്ടും ഭാഗവതം കേൾക്കുക, വീണ്ടും ഭാഗവത കഥകൾ കേൾക്കുക, പാരായണം ചെയ്യുക. എത്ര തവണ? പിബത ഭാഗവതം രസമാലയം. ലയമെത്തുന്നതുവരെ ഭാഗവത കഥകൾ കേൾക്കുക, ലയമെത്തുന്നതുവരെ ഭാഗവത കഥകൾ പറയുക, ചിന്തിക്കുക. അതുകൊണ്ട് ലയത്തിലെത്താൻ സാധിക്കും. ആ ലയമാണ് അമൃതം എന്ന് ഭാഗവതം വ്യവഹരിച്ചത്. ആ അമൃതത്തെ, ആ പരമാനന്ദത്തെ, ആ ഭഗവാന്റെ കഥകളിൽ നിന്ന് നേടാവുന്ന പരമാനന്ദത്തെ നമുക്കൊക്കെ വിതരണം ചെയ്യാനാണ് ഈ ഭാഗവത സത്രം എല്ലാ വർഷവും സംഘടിപ്പിക്കപ്പെടുന്നത്. ഭാഗവത സപ്താഹങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്, സത്സംഗങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് എവിടെയായാലും എത്തിച്ചേരുക, ഈ അമൃതത്തെ പാനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എന്നെ ഇത്ര നേരം ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളോടുമുള്ള അകൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. നാരായണ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.